Good evening all. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് സർ. Good evening. എന്താണ് സാറേ സുഖമാണല്ലോ അല്ലേ? ആ, സുഖമാണ് സാർ, ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ ഗ്രേറ്റ്. എന്തായാലും എല്ലാവർക്കും സന്തോഷം. പിമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന വെബിനാറുകളുടെ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ദിവസത്തെയും സായാഹ്നങ്ങളെ ഏറ്റവും മനോഹരമായി അറിവിന്റെ, കഴിവിന്റെ, പങ്കുവെക്കലിന്റെ, സഹായത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ആ, ഒരു ഓരോ ദിവസങ്ങളായി നമ്മൾ മാറ്റിയെടുക്കുകയാണ്. ഓരോ മനുഷ്യന്മാരെയും മനുഷ്യനായി തിരിച്ചറിയാനും അവരെ സഹായിക്കാനും ഇടപഴകാനും സമാശ്വസിപ്പിക്കാനും ചേർന്ന് നിൽക്കാനും കഴിയുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ അർത്ഥവത്തായ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പറ്റുക. ഇന്നത്തെ കാലത്ത് മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുക, അവരെ സഹായിക്കുക, സഹകരിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലേക്ക് നമ്മൾ പ്രൊഫഷണലി നമ്മൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളെ കുറിച്ച് നമ്മൾ അറിയാനും പഠിക്കാനും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് സംശയങ്ങൾ ചോദിച്ച് കൂടുതൽ മുന്നോട്ട് പോകാനും അത് നമ്മളിലും അതോടൊപ്പം തന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ അടുത്തേക്ക് വരുന്ന ഓരോ പ്രയാസങ്ങളും ആ, ആയി നമ്മുടെ അടുത്തേക്ക് വരുന്ന ആളുകളിൽ നമുക്കത് അപ്ലൈ ചെയ്യാനും സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ സംതൃപ്തി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ നമുക്ക് ഈ സെഷനുകൾ ഉപകരിക്കട്ടെ. ഇനിയും ഇത്തരത്തിലുള്ള സെഷനുകൾ ഉണ്ടാകും. ഈ സെഷനുകളിലേക്ക് ഓരോ ദിവസവും പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള സന്തോഷം അറിയിക്കുകയാണ്. നിസാവ് സാറിന്റെ ഏകദേശം ഒരുപാട് മാസങ്ങളായി ഇത്തരത്തിലുള്ള വെബിനാർ സീരീസ് നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് നമ്മൾ ചർച്ചക്കെടുത്തിട്ടുള്ള വിഷയം റിക്കവറി ഫ്രം NPD ഇമോഷണൽ അബ്യൂസ് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് സാർ ഇവിടെ സംസാരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ നിസാവ് സാറിന്റെ കീഴിലായിട്ടുള്ള DBTയുടെ ഒരു വർക്ക്ഷോപ്പ് നമ്മൾ അടുത്ത ദിവസം തന്നെ 3 ദിവസത്തെ വർക്ക്ഷോപ്പ് നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CBTയുടെ അടുത്ത ബാച്ച് 5 days വർക്ക്ഷോപ്പിന്റെ 28th ബാച്ച് 28ാമത്തെ ബാച്ച് നമ്മൾ 24-ാം തീയതി മുതൽ നമ്മൾ വീണ്ടും അതിന്റെ അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് നിസാവ് സാറിന്റെ ഒരു ഓഫ്ലൈൻ സെഷൻ, നമ്മൾ ഇതുവരെ ഓഫ്ലൈൻ സെഷൻ നിസാവ് സാറിന്റെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ സംഘടിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ അത് നാട്ടിലല്ല, വിദേശത്താണ്. ദുബായിൽ വെച്ചിട്ട് നമ്മൾ ഫെബ്രുവരി 8-ാം തീയതി ഞായറാഴ്ച ഒരു ഫസ്റ്റ് ഓഫ്ലൈൻ CBTയുടെ ഒരു 1 day ഓഫ്ലൈൻ സെഷൻ നമ്മൾ ചെയ്യുകയാണ്. അതിനോടനുബന്ധിച്ച് ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ആയിട്ട് നാട്ടിൽ നമുക്ക് ഓഫ്ലൈൻ സെഷനുകൾ സാറിന്റെ വരാനിരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഗ്രൂപ്പിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ CBTയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബാച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സ് 3 monthന്റെ കോൺവെക്കേഷൻ ഒക്കെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ട് ഉണ്ടാകും. അപ്പൊ അത്തരം സന്തോഷ വാർത്തകളൊക്കെ പങ്കുവെക്കാൻ ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു വെബിനാറിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ സെഷൻ ലീഡ് ചെയ്യുന്ന കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റുമായിട്ടുള്ള നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. സ്മിതയെ കുറെ ആയല്ലോ കണ്ടിട്ട്, വായിക്കൊന്നും വന്നിട്ടില്ലായിരുന്നോ? ഞാനും വിചാരിച്ചു ഇന്ന് അറ്റൻഡ് ചെയ്യുന്നൊന്നും പറ്റുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ എന്തോ വിചാരിച്ച പോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് ഞാൻ സാർക്ക് ഈവനിങ് കുറച്ച് റെമഡിയലും ട്യൂഷനും അങ്ങനെ കമ്പൈൻ ചെയ്തെടുക്കണ്ട്. ഫുൾ ബിസി അപ്പൊ ആണല്ലേ? അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഒക്കെ മിസ്സാവുമ്പോ ഇന്ന് ഞാൻ ഈ ടോപ്പിക് കണ്ടപ്പോ വിചാരിച്ചു അയ്യോ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. റെക്കോർഡ് കാണുന്നേക്കാള് റെക്കോർഡ് കാണാറുണ്ട്. ആ അപ്പോ എന്തോ ഇതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും വരാൻ പറ്റിയില്ല. പല പല കാരണങ്ങളാണ്, പക്ഷെ ആരും ഒന്നും ഉണ്ടായില്ല.
അതെ ഞാൻ ചോദിച്ചു, അത് സ്ഥിരമായിട്ട് കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ആ ഉം. അപ്പൊ ഇന്നതുകൊണ്ട് ക്ലാസ് ഞാൻ പറയും ചെയ്തു, ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നു. ആ, ഓക്കെ, താങ്ക് യു. ഉം. ബാക്കിയുള്ളവരെന്താണ് വിശേഷങ്ങളൊക്കെ? ഓക്കെ, അപ്പോ എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു സെഷനിൽ വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ സന്തോഷം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ NPD ഇമോഷണൽ അബ്യൂസുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പിന്നെ നമ്മൾ പല സെഷനുകളായിട്ടും ഇതിനെപ്പറ്റി NPD യെ പറ്റി നമ്മൾ നിരന്തരമായിട്ട് അനുഭവിച്ചിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ പഠിച്ചിട്ട ആളുകളാണ്, കേട്ടിട്ടുള്ള ആളുകളാണ്. എന്നാൽ പോലും നമുക്ക് ഒരു NPDന്റെ ക്ലയന്റ് വന്നാൽ നമുക്ക് പൊതുവെ ഒരു പേടിയാണ്. NPD ക്ലയന്റ് എല്ലാവർക്കും ഇഷ്ടമാണ് വിക്ടിംസിനെ അത് അറ്റൻഡ് ചെയ്യുക, അവരെ ഇമോഷൻസ് ഒന്ന് മാറ്റി കൊടുക്കുക, അവരെ കേൾക്കാൻ തയ്യാറാകുന്നുള്ളത്. ധൈര്യത്തോട് കൂടി ഒരു NPD ക്ലയന്റിനെ എടുക്കാൻ നമുക്കൊരു പേടി പോലെ എപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ പലരും പറയാറുണ്ട് NPD അയാളുമായിട്ട് ഞാൻ സംസാരിക്കില്ല, അല്ലെങ്കിൽ അയാൾ കൗൺസിലിംഗ് വരാൻ വില്ലിങ് ഒക്കെയാണ്, പക്ഷെ എങ്കിൽ ഇപ്പൊ വന്നിട്ടുള്ളത് വിക്ടിംസ് ആണ്. അപ്പോ നമുക്ക് എങ്ങനെയാണ് ഒരു വിക്ടിംസിൽ നിന്നും ഈ ഒരു ഒരു എമോഷൻ, ഒരു ക്ലയന്റ്, സോറി, NPDയിൽ നിന്നും ഒരു വിക്ടിംസ് ഇമോഷനിൽ നിന്ന് ആ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? നമുക്ക് ട്രീറ്റ്മെന്റ് നമുക്ക് അങ്ങനെ എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും നമുക്ക് തൽക്കാലം ചെറിയ രൂപത്തിൽ ഇന്നൊരു സെഷനിൽ പറയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു NPD ക്ലയന്റ് ഒരു NPD ക്ലയന്റുമായിട്ട് ആ വ്യക്തി കൂടത്തിൽ ആരെയാണുള്ളത്, ചിലപ്പോൾ വൈഫ് ആവാം, ഭർത്താവ് ആവാം, അല്ലെങ്കിൽ കുട്ടികളാവാം, ആരും ആവട്ടെ, ആ വ്യക്തിയുമായിട്ട് ബന്ധത്തിൽ ആദ്യമായിട്ട് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അവർക്ക് തന്നെ അറിയില്ല ഞാൻ എന്താണ് ശരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്, അയാളുമായിട്ടുള്ള ഒരു ബന്ധം ഏത് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ അന്ന് അമിതമായിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് ഉണ്ടാവും, ശ്രദ്ധ ഉണ്ടാവും, കെയറിങ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെങ്കിൽ അവർ ചോദിക്കും ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഇവിടെ സ്നേഹം കിട്ടി തുടങ്ങുകയാണ് എന്നുള്ള ആ രീതിയിലായിരിക്കും വരിക. അവിടെ എന്തായിരിക്കും, പതിയെ പതിയെ ഒരു ഇമോഷൻ അഡിക്ഷൻ ഉണ്ടായിരിക്കും അയാളുമായിട്ട്. തുടക്കത്തിൽ അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നമ്മുടെ പാർട്ട്ണറോട് കാണിക്കുന്ന സ്വഭാവം അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് അതേപോലെ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലവ് ബോംബിംഗ് എന്നൊക്കെ പറയാറില്ലേ. കാരണം ആ സമയത്ത് ഗിൽറ്റി ഫീലിങ്സ്, അതേപോലെ ഗിൽറ്റി ഫീൽ ഒക്കെ ഒന്ന് ഒഴിവായി കോംപ്ലിമെന്റുകൾ കൊടുക്കുക, ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കുക, അതേപോലെ കൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു അട്രാക്ഷൻ രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. ഇതപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് ഞാൻ, എപ്പോഴും എനിക്ക് ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല, പക്ഷെ എൻ്റെ പാർട്ട്ണർക്ക് ഞാൻ വിചാരിച്ചേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. ഇതായിരിക്കും ഒരു ഐഡിയലൈസേഷൻ എന്ന് പറയുന്ന, ആ ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ ഈ ഒരു പ്രധാനമായിട്ടുള്ള ആ ഈ ഒരു പ്രോസസ്സിങ്ങിന്റെ ആദ്യം ആ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ആ NPDയിൽ നിന്നും കിട്ടുന്ന ആദ്യത്തെ ആ ഒരു സൈക്കിൾ ഇതായിരിക്കും, ഐഡിയലൈസേഷൻ ആണ്, ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. അടുത്തത് അടുത്ത പോരുന്നാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. ഈ ഡിവാലുവേഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു സ്നേഹം വളരെയധികം കൂടുതൽ കിട്ടി, പിന്നെ വളരെയധികം കെയർ ആയി, പിന്നെ പതിയെ പതിയെ ആൾക്ക് തോന്നുന്നതാണ് ഈ ഒരു വിക്ടിംസിന് ഇയാൾ എന്നെ അവഗണിച്ചു തുടങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അവഗണിച്ചെന്നോ തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് അയാളൊന്ന് ഈ ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ അയാളൊന്ന് വരുതിരിയാക്കാൻ വേണ്ടി കുറച്ച് സ്നേഹിച്ചതാണ്, പക്ഷെ ഇയാൾക്കത് പാർട്ണർക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് എങ്ങനെയാ മനസ്സിലാക്കുക? സഡൻലി ഒരു കോൾഡ് ബിഹേവിയർ, ആ പാർട്ണറുടെ ഭാഗത്തു നിന്നും ഒരു തണുത്ത സ്വഭാവം, പെട്ടെന്ന് ഞാൻ പറഞ്ഞത് കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് ഇടയിൽ വെച്ചിട്ട് തന്നെ വൈഫിനെ പിന്നെ കളിയാക്കുന്ന രീതിയിൽ പല രീതിക്ക് അറിയുക, പിന്നെ അവരെ ആവശ്യങ്ങൾ എന്ത് പറഞ്ഞാലും എല്ലാം ഒരു ഒരു എന്താണ് ഒഴിവാക്കുന്ന, അവോയ്ഡൻസ്, വിഡ്രോവൽ പോലെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് മറ്റുള്ള സ്ത്രീകളെ, മറ്റുള്ള ആളുകളെ ഭാര്യമാരൊക്കെ പൊക്കി പറഞ്ഞ് സ്വന്തം ഭാര്യയെ ഒന്ന് താഴ്ത്തി പറയുന്ന രീതിയിലേക്കാവുമ്പോൾ സമയത്ത് ഈ ഒരു വിക്ടിംസിന് എന്താ തോന്നുക? എനിക്ക് എന്തോ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അയാൾ എന്നോട് അങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാണിക്കുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് പതിയെ പതിയെ ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു NPDന്റെ ക്ലയന്റ് പതിയെ അയാൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഉപദ്രവോ ചെറിയ രീതിയിൽ, പിന്നെ അതേപോലെ വാക്കാനോ വെർബലായിട്ടോ നോൺ വെർബലായിട്ടോ ഒക്കെ, ഈ ഒരു ഫിസിക്കലി ആയിട്ട് എന്ത് ഉപദ്രവം ഇയാൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം നടക്കുന്നത് എന്താണ്? ഗ്യാസ് ലൈറ്റിംഗ് ആണ്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള കുഴപ്പം അവിടെ നടക്കുകയാണ്. പ്രശ്നങ്ങളിലേക്ക് പൂർണ്ണമായിട്ടുള്ള ആ ഒരു പാറ്റേൺ പോവുകയാണ്. കാരണം എന്തെങ്കിലും ഇതിനെപ്പറ്റി അല്ലെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ തർക്കുത്തരം പെട്ടെന്ന് തന്നെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക്.
അപ്പൊ അവര് ഭർത്താവ് പറയാണ് ഇങ്ങനെ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ നീ ഓവർ റിയാക്ടിങ് ആണ്, അല്ലെങ്കിൽ നീ നിനക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ട്, നീ പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ്, അങ്ങനെയൊന്നും എന്റെ ഭാഗത്തൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. അതേപോലെ നിനക്ക് ചിലപ്പോൾ മുമ്പ് എന്റെ സ്നേഹം നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ രീതിയിൽ എന്താണ് വരുന്ന സമയത്ത് ആൾക്ക് സെൽഫ് ഡൗട്ട് വരും. ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ആ സമയത്ത് കൺഫ്യൂഷൻ വരും, ഇയാൾക്ക് എന്താണ് പഴയതുപോലെ അല്ലല്ലോ എന്നോട് ഈ ഒരു പെരുമാറ്റം നടക്കുന്നത്. അതേപോലെ പിന്നെ അവർക്ക് സ്വയമായിട്ട് റിയാലിറ്റി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആ സമയത്ത് ഡെലൂഷൻസ് ഉണ്ടാവും, ഹലൂസിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ പല പ്രശ്നങ്ങളും അവർക്ക് പതിയെ പതിയെ തുടങ്ങും. ഈ ഒരു പ്രോസസ്സിങ് നമ്മൾ എവിടുന്നാ തുടങ്ങിയിട്ടുള്ളത്? ആ ലോ ബോംബിങ് മുതൽ ഗ്യാസ് ലൈറ്റിംഗ് വരെ. അടുത്ത് കഴിഞ്ഞിട്ട് എന്താണ്? ട്രോമ ബോണ്ടിങ് ആണ്. ട്രോമ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇതിനെതിരെ അയാൾ ചിലപ്പോൾ ഈ ഒരു വളരെയധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ ഒരു വിക്ടിമിസിനെ ഉപദ്രവിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അയാൾ ഫിസിക്കലി ആയിട്ടോ ഏതെങ്കിലും തരത്തിൽ പിന്നെ അറ്റാക്കിങ് റെസ്പോൺസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നം എന്തായിരിക്കും? NPD അവിടെ തുടങ്ങുക. അയാൾ മാക്സിമം എന്താണ് ഒരു വലയത്തിൽ വെച്ചിട്ട് ഈ ഒരു എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ഒരാൾ ഒരിക്കലും എന്താണ് ഈ ഒരു വലയത്തിൽ സർക്കിളിൽ വിട്ട് പോവാൻ പാടില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് എന്താണ് ഒരു കെണി ഒരുക്കി വെക്കും ഈ NPD എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇവർക്ക് എന്താണ്, ഞാൻ പൂർണ്ണമായിട്ടും ഇതിൽ പെട്ടുപോയി, എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇയാളിൽ നിന്ന് ഒരിക്കലും എനിക്ക് ഡൈവോഴ്സ് കിട്ടില്ല, ഞാൻ പറയുന്നത് ആരും ഇയാളെ കുടുംബവും മറ്റുള്ള കുടുംബക്കാരും ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ള പ്രതീക്ഷ പറയുന്ന സമയത്ത് അയാൾ പൂർണ്ണമായിട്ടും ഈ ഒരു വ്യക്തി ഒരു ട്രോമയിലേക്ക് പോകും. ആ ട്രോമയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, ജീവിതത്തെ കുറിച്ച് ഒരു പ്രതീക്ഷ ഇല്ലാണ്ടാവും. പിന്നെ അതേപോലെ ഇമോഷണൽ അഡിക്ഷൻ പൂർണ്ണമായിട്ടും അയാൾ എന്ത് പറയുന്നു അതിനനുസരിച്ച് താളത്തിന് തുള്ളുന്ന ഒരു പാവയായിട്ട് മാറും. പിന്നെ ആരോടും ഒരു അബാൻഡമെന്റ്, എവിടെയും ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിമോട് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല, എവിടെയും ഒരു സ്നേഹിക്കാൻ അവർക്ക് കഴിയില്ല. വിശ്വസിച്ചാലൊക്കെ എന്താണ്, ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ സംഭവം വീണ്ടും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ ഈ ഒരു വിക്ടിംസിന്റെ ഈ അഡിക്ഷൻ ഇവിടെ പ്രോസസ്സ് ചെയ്യും. കാരണം ബ്രെയിനുമായിട്ട് നടക്കുന്ന ആ ഡോപ്പമൈൻ സിസ്റ്റം പൂർണ്ണമായിട്ടും എന്താണ് ഡൗൺ ആവും. നമുക്ക് എപ്പോഴും കേട്ടിട്ടുണ്ട് ഡോപ്പമൈൻ നമ്മുടെ ഹാപ്പിനെസ് ഉണ്ടാവുക, അതേപോലെ അതിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരിക. പക്ഷെ ഈ ഒരു ഡോപ്പമൈൻ എന്ന് പറയുന്ന സമയത്ത് ഈ ഡോപ്പമൈൻ അവിടെ വളരെ സ്ലോ ആവും, വർക്ക് തീരെ കഴിയില്ല. കാരണം കിട്ടുന്ന ആ ആങ്സൈറ്റി ആയിരിക്കും ബ്രെയിൻ സിസ്റ്റവുമായി കോർട്ടെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂർണ്ണമായിട്ടും ആളെ ബ്രെയിൻ സിസ്റ്റം ഒരിക്കലും ആ അൺകോൺഷ്യസ് മൈൻഡിൽ. ഇവിടെയാണ് നമ്മുടെ സൈക്കോ ഡൈനാമിക്, നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികളൊക്കെ പ്രസക്തമാകുന്ന NPDയിൽ. കാരണം നമ്മളൊരു കൗൺസിലിംഗ് സെഷനിൽ നമ്മൾ ആദ്യം ഉപയോഗിക്കുകയാണ് സൈക്കോ ഡൈനാമിക് തിയറി ബേസിക് ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അയാളിൽ ഉള്ളിൽ കിടക്കുന്ന ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള എല്ലാ അപബോധ മനസ്സിലുള്ള എല്ലാ ചിന്തകളും നമുക്ക് പുറത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഒരു ട്രോമ ഹീലിംഗിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ ഈ ഒരു ബ്രെയിനുമായിട്ട് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അയാൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അയാൾ അനുഭവിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ അയാളുടെ ട്രോമയൊന്നും അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ രീതി ട്രോമ ബോണ്ടിങ് ലാസ്റ്റ് എത്തുന്ന സമയത്ത് അയാൾ പൂർണ്ണമായിട്ടും അയാളിൽ പെട്ടുപോയിട്ടുണ്ടാവും, കുടുങ്ങിപ്പോയിട്ടുണ്ടാവും. അതേപോലെ അയാൾക്ക് ഇമോഷണലായിട്ട് ഈ ഒരു പറഞ്ഞ NPD അഡിക്ഷൻ പോലെ വന്നിട്ടുണ്ടാവും. അപ്പൊ അതിനുശേഷം നമുക്ക് സൈക്കോളജിക്കലി ആയിട്ട് അയാൾക്ക് മാനസികമായിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എവിടെ നിന്നൊക്കെ തുടങ്ങുക, എല്ലാം അയാൾക്ക് അപ്പോൾ ചിന്തകൾ ഉണ്ടാകുക എന്താണ്, എല്ലാം എൻ്റെ ഒരു ഫോൾട്ട് ആണ് എന്ന വിശ്വാസം അയാൾക്ക് ഉണ്ടാവും ഈ ഒരു വിക്ടിംസിന്. പിന്നെ ആ ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകുന്നതാണ്, ഞാൻ ഒരു അതിന്റെ കൂടെ തന്നെ ഞാനൊരു മാനസിക അവസ്ഥയല്ല, അല്ല എനിക്കൊരു ഭ്രാന്തൊന്നുമില്ല, അതേപോലെ ഞാൻ അബ്യൂസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കും. അതിനുശേഷം അയാൾക്ക് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ തുടങ്ങും. അതേപോലെ ഈ മറ്റുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് കുറയും. അതേപോലെ തെറാപ്പിസ്റ്റിന്റെ സപ്പോർട്ട്, മറ്റൊരാളടുത്ത് ഒരു കൗൺസിലിംഗ് പോവാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലെ പ്രശ്നങ്ങൾക്കൊന്നും ഇയാൾ പോവാൻ തയ്യാറല്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളും അയാൾക്കുണ്ടാവും. പൂർണ്ണമായിട്ടും ഒരു വീട്ടിൽ ഒതുങ്ങിക്കൊടുങ്ങിയ ജീവിതം. ചില ആളുകൾ പറയില്ല ഇനിയിപ്പോ എന്തു ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, എന്റെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ പോയി, ഒരു മാറ്റത്തിനും ഞാൻ ശ്രമിക്കുന്നില്ല, എത്ര കൊല്ലായി തുടങ്ങിയിട്ട് 10-15 വർഷം ഞാൻ അയാളുടെ കൂടെ ജീവിക്കുന്നു, ഇതുവരെ അയാൾക്കൊരു മാറ്റം, ഇനിയിപ്പോഴാണ് ഒരു ട്രീറ്റ്മെന്റും ഒരു കൗൺസിലിങ്ങിനും പോകേണ്ടത്. സ്വന്തം ഇമോഷൻസിനെ പോലും ഒരു ആശ്വാസത്തിന് പോലും ഇങ്ങനത്തെ ആളുകൾ പിന്നെ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ അവര് പിന്നെ ട്രീറ്റ്മെന്റിനോ തന്റെ പ്രശ്നങ്ങളോ ആളുകളോടൊന്നും പറയാനൊന്നും നമുക്ക് പിന്നെ പറയാൻ കഴിയില്ല. ഈ ഒരു അവസ്ഥയിൽ കൂടെ ആയിരിക്കും ആ ഒരു വ്യക്തിന്റെ മാനസികമായിട്ടുള്ള സിറ്റുവേഷൻ കടന്നു പോകുന്നത്. ഇനി നമുക്ക്
എങ്ങനെയാണ് ഈ ഒരു നാർസിസ്റ്റിക് സ്വഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നമുക്ക് എല്ലാവർക്കും കുറേ സിംറ്റംസുകൾ നമ്മൾ പഠിച്ചു. പക്ഷെ നമുക്ക് തുടക്കത്തിൽ നിങ്ങൾ ഒരു പ്രണയവുമായിട്ട് നിങ്ങൾ ലൈഫിലേക്ക് ഒരാളുമായി പ്രണയബന്ധത്തിലാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം എൻഗേജ് ആവുന്ന സമയത്ത് നിങ്ങളെ പാർട്ട്ണറെ ശ്രദ്ധിക്കേണ്ട സമയത്ത് കുറച്ചെങ്കിലും നമ്മളൊന്ന് നമ്മുടെ പാർട്ട്ണറെ കുറിച്ച് നമുക്കൊരു വ്യക്തമായിട്ട് ധാരണ ഉണ്ടെന്ന് പലപ്പോഴായിട്ട് നമ്മൾ പറയാറുണ്ട്. അവിടെ ഒരു ധാരണ സാധാരണ ഒന്നുകിൽ ജോലിയായിരിക്കും, അല്ലെങ്കിൽ പ്രസന്റ് മനസ്സിൽ നമ്മൾ ചെയ്യുന്ന നമ്മളോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ അയാൾ എങ്ങനെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക. ഇതാണ് നമ്മൾ മൂന്നായിട്ട് കാര്യം. അയാളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പെൺകുട്ടിയെ കുറിച്ച് നാട്ടുകാരെന്ത് പറയുന്നു, അവൾ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കുന്നത്, ഇതൊക്കെയാണ് ഒരു കല്യാണം അന്വേഷിക്കുന്നത് നമ്മൾ അന്വേഷിക്കുന്നത്. ഇതിനപ്പുറം ഇപ്പത്തെ നമുക്കൊരു പെസിഫിക് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫോൺ ചെയ്ത് തുടങ്ങാന്നറില്ലേ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിർത്തിയില്ലാത്ത ശ്രദ്ധ, ഓവറായിട്ടുള്ള ഒരു ശ്രദ്ധ തന്റെ പാർട്ട്ണർക്ക് കൊടുക്കുകയാണ് സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അതേപോലെ ഒരു ആരാധന പോലെ അവരോട് നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാം, അത് ചെയ്യാം. ഓവറായിട്ട് ആ സ്വന്തം പാർട്ട്ണർ പൂർണ്ണമായി തന്റെ കൺട്രോൾ വരുത്തുന്ന രീതിയിലേക്ക്. പിന്നെ ഈ ഒരു പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ആള്. ഫോൺ വിളിച്ചാൽ അപ്പം എടുത്തുകൊണ്ട് സംസാരിക്കുക. അതേപോലെ ആവശ്യമില്ലാത്ത ഈ ലൈഫുമായിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് സ്റ്റോറിയിലേക്ക് അയാൾ പോവുക. അയാളെ ജീവിതകഥ മൊത്തം നമ്മളോട് മാനിപ്പുലേഷൻ പോലെ നമ്മളോട് പറയുക, ഡൊമിനേറ്റ് ചെയ്ത് പറയുക. പിന്നെ അതേപോലെ അപ്പോൾ നമുക്ക് എന്ത് തോന്നും, ഇയാൾ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ഒരാളാണ്, അങ്ങനെയൊക്കെ വളർന്നിട്ടുള്ള ഒരാളാണ്, ഇപ്പൊ അത്യാവശ്യം നല്ല നിലയിലെത്തി, അതുകൊണ്ട് അയാൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എന്നോട് പറയുന്നത്. പിന്നെ പിന്നെ അതേപോലെ പിന്നെ എന്ത് എന്ത് ചെയ്താലും അയാള് നല്ലത് മാത്രമേ എനിക്ക് ചെയ്യൂ. പിന്നെ അതേപോലെ നമ്മൾ ആ സമയത്ത് ഈ ഒരു പ്രോസസ്സിങ് സമയത്ത് നമ്മൾ ആ ഒരു പാർട്ട്ണറുമായി കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫോൺ ചെയ്യുക, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോലും അയാളൊക്കെ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് ഒന്ന് തിരിച്ചു തള്ളുന്ന സ്വഭാവങ്ങളായിരിക്കും. എപ്പോഴും എന്താണ്, യാതൊരു തരത്തിലും ഒരു പവർ കൊടുക്കാതെ പാർട്ണർ തന്റെ വരുതിയിൽ പതിയെ പതിയെ കയ്യിലാക്കാനുള്ള കുതന്ത്രത്തോട് കൂടിയായിരിക്കും, വളരെ കോൺഫിഡൻസ് ആയിരിക്കും ജീവിതത്തോട് അയാൾ കാണിക്കുക. നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഈ രീതിയിലാണ്, നിനക്ക് വേണമെങ്കിൽ എന്ത് ജോലിക്ക് പോകാം, പഠിക്കാൻ പോകാം, മറ്റു രീതിയിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ഇയാൾ എന്ത് ചെയ്യും, അയാളെ കുടുംബവുമായിട്ടൊക്കെ എന്താണ് ഇടയ്ക്കൊക്കെ ഇയാൾ ഫോൺ ചെയ്യുന്ന സമയത്ത് തന്നെ സ്വന്തം വീട്ടുകാരെ അമ്മയെ കൊണ്ട് സംസാരിക്കും, അച്ഛനെ കൊണ്ട് സംസാരിക്കും. ഇതൊക്കെ നല്ലത് തന്നെയാണ്, അത് അങ്ങനെ ചെയ്യുന്നവർക്ക് NPD ഉണ്ട് എന്നല്ല അർത്ഥം. പക്ഷെ ഇതൊക്കെ എന്താണ്, ഇതിന്റെ തുടക്കം മാത്രമാണ്. കാരണം ഈ ഒരു സിംറ്റംസുകൾ അയാളെ ബാധിക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ. ഇങ്ങനെയൊക്കെ ഓവർ കെയർ ഒക്കെ ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കണം. ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇയാളെ ജീവിതം ഒന്ന് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് അന്വേഷിക്കുന്നതും അതിനെക്കുറിച്ച് അയാളെക്കുറിച്ച് അയാളെ വീട്ടിലെ ജീവിത ശൈലികളെ കുറിച്ച് ഒന്ന് അറിയുന്നത് നല്ലതാണ്. വെറുതെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പെട്ടുപോയിട്ട് കുറച്ചൊന്നും പെട്ടെന്ന് നമുക്കിത് അറിയില്ല. ചിലപ്പോൾ ആദ്യത്തെ 3-4 വർഷം ഈ പ്രശ്നങ്ങളൊന്നും അറിയില്ല. പിന്നെ പതിയെ പതിയെ ആള് ഓരോ കാര്യം നമ്മൾ ആദ്യം അവഗണിച്ചു തുടങ്ങും, പിന്നെ അതേപോലെ അതിനെതിരെ പ്രവർത്തിച്ചു തുടങ്ങും. ഇങ്ങനെ ഈ രീതിയിലായിരിക്കും അബ്യൂസ് തുടങ്ങുക. അപ്പോൾ ഈ ഒരു ഇഷ്യൂസ് നാർസിസിസത്തിൽ പ്രധാനമായിട്ടും വരുന്നത് പല രീതിയിൽ. ഒന്ന്, അയാൾക്ക് പിന്നെ തന്റെ ഇതെന്തുകൊണ്ടാണ് ഈ ഒരു NPD ഈ ക്ലയന്റിനോട് അല്ലെ വിക്ടിംസിനോട് ഈ ഒരു രീതി ചെയ്യുന്നത്, തനിക്ക് കിട്ടിയത് അങ്ങനെയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പവർ കാണിക്കേണ്ടത് ഇങ്ങനെ, എല്ലാവരും എന്റെ വരുതിയിൽ വരണം, എന്നാൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ പിന്നെ സന്തോഷം ഉണ്ടാവൂ എന്നുള്ളത് പോലെ. അതേപോലെ എനിക്കൊരു സുപ്പീരിയറിറ്റി പവർ എപ്പോഴും കാണണം, ആളുകൾ എന്നെ മോശമായിട്ട് കാണാൻ പാടില്ല, ഞാൻ എപ്പോഴും സന്തോഷത്തോടെ എനിക്കിരിക്കണം, അതിന് എനിക്ക് മറ്റുള്ള രീതിയിൽ എന്തും ഉപയോഗിക്കാം. പക്ഷെങ്കിൽ ഈ ഒരു NPD എന്ന് പറയുമ്പോൾ അയാൾ ജീവിച്ച ശൈലി അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ അച്ഛനും അങ്ങനെ അമ്മയും അങ്ങനെ ആയിരിക്കും അയാളോട് പെരുമാറിയിട്ടുണ്ടാവും. അപ്പൊ അത് ഈ പറഞ്ഞ ഒരു ബ്രെയിൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അയാൾ എപ്പോഴും അത് അഡിക്റ്റഡ് ആയിട്ടുണ്ടാവും. അത് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിന്റെ മുന്നിൽ മറ്റൊരു കാര്യം കൊണ്ട്, നമ്മൾ വിക്ടിംസ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിക്ടിംസ് ഇതേ ലെവലിൽ കുറേ കാലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും മറ്റൊരു കൺവേർഷൻ കൂടി അവിടെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സ്വഭാവം ഇതിന്റെ പിന്നിലായിട്ട് ഫ്യൂച്ചർ ചിലപ്പോൾ അനുഭവിച്ചിട്ട് ആളെ മക്കളോട് വരെ പതിയെ പതിയെ ആൾ കാണിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു അഡിക്ഷന് ശേഷം ഒരു ബ്രെയിൻ പ്രോസസ്സിങ് അവിടെ പറയണത് എന്താ, ഞാനൊക്കെ ഇങ്ങനെ തന്നെയാണ് അനുഭവിച്ചത്, ഇനി വരുന്ന ആളുകൾക്കും. കാരണം മറ്റുള്ള ആളുകളെ തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു തത്വം അവർ വിശ്വസിക്കുന്നത് കൊണ്ട് അവരുടെ ലൈഫിൽ ഇത് തന്നെ മറ്റൊരാളുകളും കാണിക്കുകയാണ്. ചിലപ്പോൾ കുട്ടികളോടായിരിക്കും കാണിക്കുക, വളരെ റൂപ്പായിട്ട് എപ്പോഴും പെരുമാറും, അവരെ ഉപദ്രവിക്കും, ഭർത്താവിന് കിട്ടുന്ന ദേഷ്യം കുട്ടികളിൽ തീർക്കുക, അതിലൊക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു വൺ സൈഡ് റിലേഷൻഷിപ്പ് പോലെ അങ്ങോട്ട് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ പോവാനുള്ള സാധ്യതകൾ ഉണ്ടാവും.
ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിംറ്റംസുകൾ ഉണ്ട്. അരഗൻസ് ഉണ്ടാവും, ഹോട്ട്നെസ് ഉണ്ടാവും, എപ്പോഴും കണ്ടംപ്റ്റുകൾ, ജലസി ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ആ നാർസിസ് വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇനിയിപ്പോ നാർസിസിക്ക് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും എവിടെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇത് സിംറ്റംസ് ബേസ് വെച്ചിട്ട് നമ്മൾ പിന്നെ ഈ DSM-5, ICD-10 അത് പാർട്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു നാർസിസ് പാർട്ടാണ് മാലിഗ്നന്റ് നാർസിസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ടും വാക്കാലും ഫിസിക്കലി ആയിട്ടും അബ്യൂസ് ചെയ്യുന്ന ആളുകളാണ്. എപ്പോഴും അവരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, എന്തെങ്കിലും ദേഷ്യം കണ്ടാൽ എടുത്ത് പിന്നെ വിക്ടിംസിനെ ഉപദ്രവിക്കുക, ഇങ്ങനെ പല തരത്തിൽ ഉപയോഗിക്കുന്നത്. കാരണം ഇവിടെ എമ്പതി എന്ന് പറഞ്ഞൊരു വാക്ക് അവർക്ക് തീരെ ഉണ്ടാവില്ല. എന്ത് പറഞ്ഞാലും മറ്റുള്ള ആളുകളെ വിഷമം മനസ്സിലാക്കാനോ, അതേപോലെ ഒരു സ്റ്റാറ്റിസ്റ്റിക് റിയൽ ട്രേറ്റ് എന്നൊക്കെ പറയാറില്ലേ, മറ്റുള്ള ആളുകൾ ഒരു സന്തോഷമോ ഒരു അല്ല ദുഃഖമൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതി. ഇനി കോവേർട്ട് നാർസിസ്റ്റ് എന്ന് പറയുമ്പോഴോ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇയാൾക്ക് NPD ഉണ്ട് എന്ന് നമുക്ക് കണ്ണ് കൊണ്ട് കാണാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ ഭാര്യയ്ക്ക് ചിലപ്പോൾ സംഭവം അറിയാം, കുട്ടികൾക്കറിയാം. പുറത്തിറങ്ങിയാൽ എന്താണ്, ഇയാളെ പോലെ നല്ലൊരു മനുഷ്യൻ വേറെ എവിടെ ഉണ്ടാവില്ല. കാരണം അയാളുടെ അറ്റൻഷൻ അത്രത്തോളം ആയിരിക്കും. അതേപോലെ അയാളുടെ പ്രവർത്തനം നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. അതേപോലെ പിന്നെ എല്ലാത്തിനും അയാൾ. പക്ഷെ ഇവിടെ മാനസികമായിട്ട് വിക്ടിംസിന് എങ്ങനെയാ ചെയ്യുക, ഒരു മെന്റലി ടോർച്ചറിങ് ആണ് അവിടെ നടത്തുക. ചിലപ്പോൾ വാക്കാല മാത്രമായിരിക്കും, ചിലപ്പോൾ ഉപദ്രവമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എപ്പോഴും വെർബലായിട്ട് മാത്രം ഉപയോഗിക്കുന്ന രീതി. ഇനി മാലഡാപ്റ്റീവ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അഗ്രസീവ് ആയിട്ടുള്ള ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു പൊട്ടിത്തെറി ഉണ്ടാവും. ഒരു കാര്യം വീട്ടിൽ പറയാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അത് ചുറ്റുപാടുള്ള അവരുടെ എൻവിറോൺമെന്റുമായിട്ടുള്ള ജീവിതത്തെ ആയിരിക്കും ബാധിക്കും. ഡെയിലി ലൈഫ് റിലേഷൻഷിപ്പിൽ എന്നും പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനത്തെ ആളുകൾക്ക് ദേഷ്യം കൂടുതൽ ആളുകളാണ്. പിന്നെ കമ്മ്യൂണിയൻ നാർസിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, മറ്റുള്ളവര് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി അല്ലെ മറ്റുള്ള ഈ ഒരു സോഷ്യൽ ആളുകൾക്കിടയിൽ ഞാൻ വലിയൊരു ലീഡറാണ്, നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് എപ്പോഴും എന്താണ്, ആ ആളുകൾ എന്നെ അംഗീകരിക്കും, സുപ്യൂരിറ്റി പവർ എനിക്ക് കിട്ടണം എന്ന രീതിയിൽ. ഇനി ഇതേപോലെ ഓവേർട്ട് നാർസിസ്റ്റിക് എന്ന് പറഞ്ഞാലോ, അയാൾ തന്നെ പറയും എന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ്, എന്റെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നുള്ള NPDന്റെ ആ ഒരു അയാൾ തന്നെ പറയാണ്. അതായത് സെൽഫ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൂടുതൽ കൊടുക്കുന്ന ആളുകൾ. ഈ ഇങ്ങനെ പറയുന്നവർക്ക് എന്താണ്, ഒരു ചെറിയൊരു വിമർശനം പോലും അവർക്ക് ക്രിറ്റിസിസം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ ആയിരിക്കും കടന്നു പോവുക. ഇനി മറ്റൊരു വിഭാഗമാണ് ആന്റഗോണിസ്റ്റിക് നാർസിസ്റ്റ് എന്ന് പറയുന്നത്. എല്ലായിടത്തും താൻ തന്നെ മുകളിലാവണം എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു കുട്ടി പോലും വീട്ടിൽ നിന്ന് തമാശയായിട്ട് അയാളോട് പറയാനൊന്നും പറയില്ല. അതുപോലും അയാൾക്ക് വിഷമായിട്ട് മാറും, അല്ലെങ്കിൽ ദേഷ്യമായിട്ട് മാറും. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളാണ്. അതായത് എല്ലാവരും എന്നെ നമിക്കണം എന്നുള്ള ഒരു മറ്റു രീതി. പിന്നെ അഡാപ്റ്റീവ് നാർസിസ്റ്റ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിട്ട് അയാൾക്ക് തോന്നുന്നതാണ്. അതേപോലെ ചില സമയത്ത് അയാൾക്ക് ഞാനാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. പിന്നെ അതേപോലെ അവർക്ക് മറ്റുള്ള ആളുകളെ തീരെ കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ പ്രയോറിറ്റി മാത്രം നോക്കിയാൽ മതി, എനിക്ക് ഈ കുടുംബത്തിലെ ക്യാഷും അങ്ങനെ കറക്റ്റായിട്ട് കുടുംബം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് ഓൾ നാർസിസിക്കും നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പോൾ എല്ലാ സിംറ്റംസിനും കിട്ടും. പക്ഷെ ഇതിൽ ഏതാണ് കൂടുതൽ, ഏത് പാർട്ടാണ് വരുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ക്ലയന്റിന് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് ഈ വിക്ടിംസിന്, അതിലൂടെ നമുക്ക് ആ ഒരു ഇന്റർവെൻഷനും കുറച്ച് കുറയ്ക്കാനൊക്കെ പറ്റും. ഓക്കെ അല്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അഡാപ്റ്റീവ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് അഡാപ്റ്റീവ് നാർസിസിസ്റ്റ്. അഡാപ്റ്റീവ് നാർസിസിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ് അവർ. വളരെ ഞാൻ ഇങ്ങനെ തന്നെയാണ്, എൻ്റെ ഭാഗം പൂർണ്ണമായിട്ട് ഒരു OCPD പ്ലസ് NPD എന്നൊക്കെ കണക്ട് ചെയ്യുന്നത് പോലെയാണ്. എല്ലാം പെർഫെക്ഷൻ ആയിരിക്കണം. കാരണം ഞാനൊരു സോഷ്യൽ ഓറിയന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ഒരിക്കലും മറ്റുള്ള ആളുകൾ എന്നെ എപ്പോഴും എന്താണ് ആ ഒരു തെറ്റായിട്ട് രീതിയിൽ കാണാൻ പാടില്ല. കാണണം എന്നുള്ളതല്ല, അല്ല നല്ല രീതിയിൽ കാണല്ലേ, തെറ്റായിട്ട് രീതി കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും, ഒരു OCPDന്റെ സിംറ്റംസ് പോലെ പെർഫെക്ഷൻ കാണിച്ചു കൊടുക്കും. ആളുകൾ ഇന്നൊക്കെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം വീട്ടിൽ പുറത്ത് സൗണ്ട് ഒന്നും പുറത്തേക്ക് വരാൻ പാടില്ല, അയൽവാസികൾ ശ്രദ്ധിക്കാൻ പാടില്ല. അതൊക്കെ ഈ ഒരു അഡാപ്റ്റീവിൽ വരും. സ്വന്തം ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പാർട്ട്. ഓക്കെ. ഇനി അടുത്തതാണ് നമുക്ക് ഇതില് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കോ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. കോ ഡിപ്പെൻഡൻസി എന്ന് പറയുമ്പോൾ
മറ്റുള്ള ആളുകൾക്ക് വേണ്ടി, അതായത് മറ്റുള്ളവരുമായിട്ട് ഈ ഒരു വിക്ടിംസ് റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തനിക്ക് എപ്പോഴും മറ്റുള്ള ആളുകളൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയിരിക്കും. എപ്പോഴും ചിലപ്പോൾ തനിക്കുള്ള ഈ ഒരു പ്രശ്നം ചിലപ്പോൾ മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുന്നത് അയാൾ അങ്ങനെയൊന്നുമല്ല, പുറത്തൊക്കെ നല്ലോണമല്ല, കുടുംബത്തിലൊക്കെ നല്ലോണാണ്, നിനക്കൊരു തോന്നലാവും. അതുമല്ല, നീ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ കുടുംബത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കലാണ് അങ്ങനെയൊക്കെയാണ് ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ ചെയ്യേണ്ടത്. ഇങ്ങനെ പലരും ഈ ഒരു പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഓവറായിട്ട് തന്നെ ഈ ഒരു ക്ലയന്റിനെ, ഈ ഒരു NPD തന്നെ ഒരു എന്താണ് അഡിക്ഷൻ ആയിട്ട് ഡിപ്പെൻഡന്റ് ജീവിക്കേണ്ട ആവശ്യം ഉണ്ടാവും. ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സാഹചര്യം അത് അവിടെ ഉണ്ടാവില്ല. കാരണം ജീവിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാവില്ല, സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവർക്ക് സ്വന്തമായിട്ടൊരു ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ ബുദ്ധിമുട്ട്, ഞാൻ പോന്നു കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുവരേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ സ്വയം ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യും, ഈ ഒരു വിക്ടിമൈസ് പൂർണ്ണമായിട്ട് ഇമോഷണലായിട്ട് ആ ഒരു NPDയുമായിട്ട് ഒരു ഡിപ്പെൻഡന്റ് സിസ്റ്റം ഓട്ടോമാറ്റിക് ഉണ്ടായിരിക്കും. അതാണ് കോ ഡിപ്പെൻഡന്റ് എന്ന് പറയും. ഇതിൽ സ്വന്തം കാര്യങ്ങളൊക്കെ മറന്നിട്ട് പിന്നീട് അങ്ങോട്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള, എൻ്റെ ജീവിതം ഇനി ഒന്നുമില്ല, ഇനിയിപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക എന്ന് ചില ആളുകൾ പറയാറില്ലേ, അതേപോലെ അവർ മറ്റുള്ള ആളുകൾ, ഇവിടെയാണ് ശരിക്കും യഥാർത്ഥത്തിൽ ആ ഒരു സൈക്കിൾ, അബ്യൂസ് സൈക്കോൾ, വിക്ടിം സൈക്കിൾ ഇവിടെ തുടങ്ങുന്നത്. ഒറ്റ സെക്കൻഡ്, ഒരു ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു, കുറച്ചൊരു വെള്ളം കുടിച്ചിട്ട് വരാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, സോറിയാ. ഓക്കെ. ഓക്കെ. കുഴപ്പമില്ല അപ്പോ സർ, നോമ്പാണല്ലോ അല്ലേ? എന്നാ ഇവിടെ തോമ്പ. ഇവിടെ ഉണ്ട് കുറച്ച് കുട്ടികൾക്കൊക്കെ, അതൊന്നും ഇല്ലാത്ത. ആ ഓക്കെ. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോവർ ഡിപ്പെൻഡൻസി ആൾ പൂർണ്ണമാക്കിയ ഒരു NPD ക്ലയന്റ് നമുക്ക് സാധാരണയായിട്ട് ആ വിക്ടിം പെട്ടു പോകുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്നും എങ്ങനെയാണ് പിന്നെ റിക്കവറി ചെയ്ത് പോവുക തുടക്കത്തിൽ തന്നെ, ഈ ഒരു ക്ലയന്റ്, ഇങ്ങനത്തെ ക്ലയന്റുമായിട്ട് നമുക്ക് ഏത് രീതിയിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അധികമായി കോഡിപ്പെൻഡൻസി ആണ് നമുക്ക് കൂടുതലായിട്ടും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അധികമായിട്ട് ആശ്രയിക്കുന്ന ആ ഒരു രീതി ആ ക്ലയന്റിന് ഉണ്ടോന്ന്, ആ വിക്ടിംസിന് ഉണ്ടോന്ന് നോക്കുക.
സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു സ്വഭാവമാണോ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം പിന്നെ ഒഴിവാക്കിയിട്ട്, അല്ല മറ്റുള്ളവർക്ക് ജീവിതം കൊടുക്കുക, തൻ്റെ ആവശ്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് തൻ്റെ ജീവിതമാനം ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ള ഒരു തോട്ടോട് കൂടിയിട്ട് ഒരു അഡിക്ഷൻ പോലെ ആളെ ജീവിതം അങ്ങനെയാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സിംറ്റംസുകൾ എന്തായിരിക്കും അവർക്ക് ഉണ്ടാവുക, ലക്ഷണങ്ങൾ ഒന്ന് ഫീലിങ്സ് എന്ന് പറയുന്നത് എപ്പോഴും സപ്രസ്ഡ് ആയിരിക്കും. തൻ്റെ വികാരങ്ങൾ പുറത്ത് കാണിക്കാൻ അവർ തയ്യാറാവില്ല. അതേപോലെ തെളിവില്ലെങ്കിലും എപ്പോഴും എന്താണ് എല്ലാ കാര്യത്തിനും അവർ പിന്നെ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും മറ്റുള്ള ആളുകൾ പിന്നെ അല്ലെങ്കിൽ എന്ത് എന്ത് പറഞ്ഞാലും ഈ സോറി പറഞ്ഞുകൊണ്ടിരിക്കുക, ചെറിയ ചെയ്യാത്ത തെറ്റിന് വരുമ്പോൾ മറ്റുള്ള ആളുകളെ ഒരു ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയും ഒരു എന്താണ് നമ്മൾ പിന്നെ ഒരാളെ വായിന്ന് എന്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാന്നല്ലേ, അതേപോലെ അയാൾ എന്ത് പറയുന്നു അതുപോലെ അനുസരിക്കുന്ന ഒരു പാവയെ പോലെ അതേ ഒരു ബിഹേവിയർ ആയിരിക്കും. പിന്നെ അതേപോലെ മറ്റുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതായിരിക്കും. മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പിന്നെ എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ആവശ്യമായി, ഡ്രസ്സ് എടുക്കണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടാവും, നോർമൽ ലൈഫ് എല്ലാം കിട്ടുന്നുണ്ടാവും, എങ്കിൽ പോലും എനിക്ക് ഇന്നൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന ഭക്ഷണം കഴിക്കണം, എനിക്ക് ഇന്ന രീതിയിൽ കുട്ടികളുമായി സംസാരിക്കണം, എല്ലാം ഒരു പേടിച്ച് പോലുള്ള ലൈഫായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ ഈ രീതിയിൽ അവർക്ക് പോകുന്ന സമയത്ത് എല്ലാം എന്താണ് അവർക്ക് സ്വയം എന്താണ് ഞാൻ എൻ്റെ ഭാഗത്തെല്ലാം തെറ്റ് തുടക്കത്തിൽ തന്നെ വരുത്തിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളത് എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവും. ആ വിശ്വാസം നമുക്ക് ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുത്തതിന് ശേഷം ആദ്യത്തെ ഒരു ട്രീറ്റ്മെന്റ് ഇന്റർവെൻഷൻ അത് തന്നെയാണ്. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നമ്മൾ മാറ്റിയെടുക്കുക, കോൺഫിഡൻസ് ലെവൽ കൂട്ടിക്കൊടുക്കുക, അതേപോലെ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു റിക്കവറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഒരു അക്നോളജ്മെന്റ് പ്രോബ്ലം എന്താണ് നിലവിൽ അവരുമായിട്ട് ആ വിക്ടിംസുമായിട്ട് നിലവിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡൻസി ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ തിരിച്ചറിയുക, അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾ എന്താണ് നിലവിൽ അയാൾ നിങ്ങളെ നിയന്ത്രിക്കുന്നത്, ഏത് രീതിയിലാണ് അയാൾ നിങ്ങളെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അയാളുമായിട്ട് നിങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള നമുക്ക് അവിടെ ഒരു ഡൈവോഴ്സ് പ്രശ്നം ഒരു പെറ്റീഷൻ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ബന്ധത്തിന് വേർപിരിക്കാനോ ഒന്നല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്. നമ്മൾ ആദ്യം ചോദിക്കും നിങ്ങൾക്ക് അയാളുമായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് അയാൾ പറയാണ് എനിക്ക് ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, തൽക്കാലം ഇങ്ങനത്തെ പ്രശ്നം, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് ജോലിയൊന്നുമില്ല, അയാളെ തന്നെയാണ് ഡിപ്പെൻഡൻസി ഉള്ളത്, അപ്പോൾ എനിക്ക് അയാളെ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അപ്പോൾ ഏത് രീതിയിലാണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത് എന്ന് അയാൾ ചോദിച്ചു മനസ്സിലാക്കുക. എന്താണ് യഥാർത്ഥ നിലവിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത്, എവിടുന്ന് ഏത് ഭാഗത്തു നിന്നാണ് അയാൾ, നമ്മൾ ടൈപ്പ് ഓഫ് നാർസിസിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതിലൂടെ ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതിനുശേഷം എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. അയാൾക്ക് ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ട്, നാർസിസത്തെ കുറിച്ചിട്ടും അതേപോലെ ഈ അബ്യൂസിനെ കുറിച്ചും അതുപോലെ അബ്യൂസിന് ശേഷം ഉണ്ടാവുന്ന ഒരാൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവർക്കുണ്ട് ആ ബ്രെയിൻ സിസ്റ്റത്തെ കുറിച്ചും പൂർണ്ണമായിട്ടും ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും പ്രശ്നങ്ങൾ കേൾക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും, ആക്ടിവിറ്റീസുകൾ കൊടുക്കും, പക്ഷെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള അവയർനെസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം വീണ്ടും അവർക്ക് വന്നു വരുമ്പോൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ അവർ ഇന്നതാണ്, എനിക്ക് ആങ്സൈറ്റി ഉണ്ട്, എനിക്ക് ഇന്ന ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വിക്ടിംസ് ആണ് എന്നൊക്കെ അവർക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ഏത് രീതിയിലാണ് തൻ്റെ ഫീലിങ്സും അതേപോലെ ചിന്തകളും ബിഹേവിയറും എങ്ങനെയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ, അതൊക്കെ ഒന്ന് അവർക്ക് മനസ്സിലാക്കിക്കൊടുത്താൽ ഈ ഒരു പറഞ്ഞ ആ ഒരു കോ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു അഡിക്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കുറവാണ്. പിന്നെ അതേപോലെ അക്നോളജ്മെന്റ് പാസ്റ്റ് ട്രോമ, മുമ്പ് അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുരിതങ്ങളും ട്രോമകളും ഒക്കെ നമ്മൾ മാക്സിമം എന്താണ് എങ്ങനെയാണ് അതിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുള്ളത്, ഈ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെയാണ് ആ പാസ്റ്റ് എക്സ്പീരിയൻസ് അവരുടെ ലൈഫിനെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്, ആ ഓർമ്മകൾ അവരെ വീണ്ടും പൂർണ്ണമായിട്ട് തകർക്കുന്നുണ്ടോ. ചിലപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ ഇവർ സ്നേഹിക്കുന്ന സമയത്തോ കല്യാണത്തിന് സമയത്ത് നല്ല സ്നേഹം കിട്ടിയിട്ടുണ്ടാവും, അതൊരു ട്രോമയായിട്ട് വന്നിട്ടുണ്ടാവും. കാരണം തുടക്കത്തിൽ ആ പഴയ മാക്സിമം എന്താ അയാൾ മനഃപൂർവ്വമായിട്ട് ഓർമ്മകളിൽ ജീവിക്കുക എന്നുള്ള ആ ഒരു അവിടെയും കോ ഡിപ്പെൻഡൻസി വരും. ഓർമ്മകൾ മാത്രം, പഴയ നല്ല കാര്യങ്ങൾ മാത്രം
കല്യാണ സമയത്ത് അയാൾ എന്നെ എങ്ങനെയൊക്കെ നോക്കിയിരുന്നു, ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായി, അതിനുശേഷമൊക്കെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള സമയത്ത് അയാൾ നല്ലത് മാത്രം മനഃപൂർവ്വം ഇപ്പോഴത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അയാൾ ഒരു ഒരു സപ്രസ് ചെയ്തുകൊണ്ട് അതിങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ അവർക്ക് ഈ ഒരു പാസ്റ്റ് ട്രോമകൾ ഏതെങ്കിലും തരത്തിൽ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, അതിൽ നിന്നും അവരെ റിക്കവർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഇന്നർ ഹീലിംഗ് സിസ്റ്റം കൊടുക്കേണ്ടി വരും. നമ്മൾ സ്കീമയിലുള്ള ചെയർ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് അവർക്കുള്ള ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ പുറത്ത് കിടക്കാം. അപ്പോൾ ഈ രീതിയിൽ പിന്നെ അതേപോലെ സീക്ക് സപ്പോർട്ട് മെയിൻ ആയിട്ട് ഓരോ സെഷനും വന്ന് സെഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരോട് പറയാം, നിങ്ങൾ എന്തായാലും നിങ്ങൾക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അതായത് നിങ്ങൾക്ക് ഫാമിലിയിൽ സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് മുന്നോട്ട് പോകാനുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് തെറാപ്പിസ്റ്റിന്റെ ഒരു സപ്പോർട്ട് എങ്കിലും വേണം നിങ്ങൾക്ക്. ആ സപ്പോർട്ട് കൂടി കൊല്ലാൻ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് തകരാനുള്ള സാധ്യത. കാരണം ഇനിയിപ്പോൾ നിങ്ങൾ ആരോട് എന്ത് കാര്യം പറഞ്ഞാലും വീട്ടിൽ ചെന്നാൽ ഇതേ ഒരു അനുഭവമാണ്. അപ്പൊ ഇതിനെതിരെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഇതിനെപ്പറ്റി നല്ലൊരു ധാരണ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു കൗൺസിലർ അടുത്ത് പോകണം. അല്ലെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്താണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക, ഇന്നത് ബുദ്ധിമുട്ടോ ഈ രീതിയിലൊക്കെ ആണ് ഉണ്ടാവുക. അതിനനുസരിച്ച് നിങ്ങൾ എപ്പോഴും എന്താണ് നമ്മൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ അത് പ്രവർത്തിച്ച് തുടങ്ങണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ ഒരു ട്രോമയിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റൂ എന്നുള്ളത്. പിന്നെ അടുത്തൊന്ന് പ്രാക്ടീസ് മൈൻഡ്ഫുള്ളി. അവർക്കുണ്ടാവുന്ന ആ ഒരു ചിന്തകളെയും പിന്നെ അതേപോലെ ഈ ഒരു എപ്പോഴും ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സുകളും അതേപോലെ ഫീലിങ്സും ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവരുടെ ചിന്തകൾ ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, ആ ചിന്തകൾ കാരണം ഞാൻ എന്ത് ഫീലിങ്സ് ആണൊക്കെ അനുഭവിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് എൻ്റെ പെരുമാറ്റങ്ങൾ നടക്കുന്നത്, അതനുസരിച്ചിട്ടുള്ള പ്രാക്ടീസുകൾ ആ സമയത്ത് മൈൻഡ്ഫുൾനെസ് ആയിട്ട് പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാൻ അവരോട് പറയുക. പിന്നെ അതേപോലെ സെൽഫ് ലവ്, സ്വയം വാല്യൂ കൊടുക്കാൻ പറയുക. മറ്റുള്ള ആളുകൾക്ക് എന്താണ്, ആരെങ്കിലും അയാൾ ഉപദ്രവിക്കുന്ന സമയത്ത് എന്തിനാണ് എന്നെ ഇങ്ങനോട് നിങ്ങൾ മാനസികമായിട്ട് ഒരു ചോദ്യമെങ്കിലും അയാൾക്കെതിരെ ചോദിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങളുടെ ഒരു റെക്കവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എന്താണ്, മറ്റുള്ള അയാൾ എത്രത്തോളം ഉപദ്രവിക്കുക എന്തൊക്കെയോ പറയുന്ന വെച്ചാൽ എല്ലാം കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെതിരെ അയാൾക്ക് സമയത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാം. പക്ഷേ എങ്കിൽ അതേപോലെ ഇന്ന തന്നെ നടക്കുമെന്ന് വിചാരിച്ചാൽ നിങ്ങളിത് ഒരു റെസ്പോണ്ടിങ് അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. പിന്നെ അതേപോലെ നിങ്ങൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളോട് പറയണം, കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ആശ്വാസം ഉണ്ടാവും. അയാളുടെ സ്വഭാവം പതിയെ പതിയെ കുറഞ്ഞു വരാനുള്ള സാധ്യതകളുള്ളൂ. പിന്നെ അതേപോലെ സെൽഫ് ബ്ലെയിം, തന്നെ കുറിച്ച് തന്നെ ഇങ്ങനെ തെറ്റായിട്ടുള്ള ധാരണ, ഞാനിവിടെ പെട്ടുപോയി, എനിക്കൊരു മുന്നോട്ടൊരു ജീവിതം ഉണ്ടാവില്ല, എല്ലാം എൻ്റെ തെറ്റാണ്, അങ്ങനെയൊക്കെ പറയുന്ന ക്ലയന്റുകളായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. അത് മാക്സിമം എന്താണ് ഒഴിവാക്കുക. എല്ലാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ജഡ്ജ്മെന്റോടെ കാണാതെ ജഡ്ജ്മെന്റോട് കൂടി കാണാൻ പറയാണ്. അവരെന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ നോക്കാൻ പറയാം. സാധാരണ നമ്മൾ കൗൺസിൽ സെഷൻ പറഞ്ഞു കൊടുക്കുന്ന വിത്തൗട്ട് ജഡ്ജ്മെന്റ് ആണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ഈ NPD വിക്ടിംസിന് നമ്മൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ള ആളുകൾ നിങ്ങളോട് ഏത് രീതി പെരുമാറുന്നു അതൊന്ന് ശ്രദ്ധിച്ച്, എന്നോട് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അവരോട് ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുക. അത് നല്ലതാണ് ആക്സെപ്റ്റ് ചെയ്യുക, മോശമാണെങ്കിൽ അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ. പിന്നെ ടേക്ക് സ്മാൾ സ്റ്റെപ്പ്, ചെറിയ രീതിയിൽ ഗ്രാജുവലി ആയിട്ട് തന്നെ ചെറിയ ചെറിയ റിലാക്സേഷനുകളും അതേപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മുമ്പ് പ്ലഷറബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരു ബ്രീത്തിങ് എക്സസൈസുകൾ, അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ജോലിക്ക് താല്പര്യമുള്ളതാണെങ്കിൽ അതിന് അവരോട് ട്രൈ ചെയ്യാൻ പറയാം. അവരെ വിക്ടിംസിന്റെ ഭാഗത്ത് അല്ലെ NPDന്റെ ഭാഗത്തു നിന്ന് കുറച്ച് കാലം അത് നിങ്ങൾക്ക് എന്നും കിട്ടിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് വിട്ടു പോകാൻ താല്പര്യമില്ല. പക്ഷെ നിങ്ങളെ മാത്രം ഒന്ന് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ ഇഷ്ടത്തിലേക്കും നിങ്ങൾക്ക് ആ ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങൾ പോയി കഴിഞ്ഞാൽ അയാളുടെ ഭാഗത്തുനിന്ന് ഉപദ്രവങ്ങൾ പതിയെ പതിയെ കുറയാനുള്ള സാധ്യതകൾ. ഇതിന്റെ ഇടയ്ക്ക് നല്ലൊരു ഹെൽത്തി ബൗണ്ടറീസും, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അയാളുമായിട്ട് നല്ലൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും ചായ എന്ന് പറയുമ്പോഴത്തേന് ചായ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാവധാനത്തിന് ഒരു സമയം ചായ കാച്ചി അതേപോലെ ഒരു സമയം എടുത്ത്, അല്ലെങ്കിൽ അയാൾ എന്താ എടുത്തു കൊടുക്കാൻ പറയുന്ന സമയം ഒന്ന് ആലോചിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തു കൊടുക്കാന്നുള്ളത്. ഇതിലൂടെ ആയിരിക്കണം നമ്മളെ സ്റ്റാർട്ടപ്പ് അവിടെ ആ ഒരു ബൗണ്ടറി സിസ്റ്റം. പിന്നെ അതേപോലെ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് മുമ്പ് നമ്മൾ എല്ലാ പെർമിഷൻ ചോദിച്ചു പോയിട്ടുള്ള ഒരാൾ ദിവസം പോകുന്ന കാര്യത്തിൽ നമ്മൾ ഇറങ്ങി പോവുക, എന്നിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു വരിക, അന്ന സ്ഥലത്താണ് ഞാൻ പോയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരുപാട് സംശയങ്ങളും മാനിപ്പുലേഷനും ഒക്കെ നമുക്കത് അവരെ വാക്കാലെ കിട്ടും. നീ ഏതവന്റെ കൂടെയാണ് പോയിട്ടുള്ളത്, ഇതങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മളെടുത്ത് വരാറുണ്ട്.
അപ്പോൾ അവർ പറയുന്നത് അയാൾക്ക് എന്നോട് എപ്പോഴും സംശയമാണ്. ബാക്കി അടിയും പിടിയും ഒന്നും പ്രശ്നമില്ല, എന്നെ സംശയിക്കണം എന്തിനാന്നാണ് ചില ആളുകൾ നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങൾ അവർക്കുള്ള സമയത്ത് ഇതിൽ നിന്നൊന്നും താൽക്കാലികമായിട്ടൊരു ഹെൽത്തി ആയിട്ടൊരു ബൗണ്ടറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറയണം. പിന്നെ റെക്കഗ്നൈസ് യുവർ വർത്ത് എന്നിവ, സ്വന്തം ഒരു മൂല്യം. ഞാനൊരു സ്നേഹം കിട്ടുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് റെസ്പെക്റ്റ് കിട്ടണം, എനിക്ക് ഹെൽത്തി ആയ നല്ലൊരു ലൈഫ് വേണം, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കണം, എൻ്റെ ഇമോഷൻസുകളൊക്കെ കറക്റ്റ് തന്നെയാണ്. ഇതൊക്കെ സ്വയം ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതം ഒന്നും മാറ്റിയിട്ട് കുറച്ചെങ്കിലും ഒരു 10% പ്രയോറിറ്റി തനിക്ക് വേണമെന്ന് ആ ഒരു ക്ലയന്റിന്, വിക്ടിംസിന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിന് നമ്മൾ ചില ഒരു ചില ആ ഒരു ബൗണ്ടറീസുകൾ നമ്മൾ ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ ഒരു സർക്കിൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഒരു സർക്കിൾ പോലെയാണ് നമ്മൾ ബൗണ്ടറീസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഔട്ട്ലെറ്റ് സാധാരണ നമ്മളൊരു ഇപ്പൊ ഒരു 3-4 സെഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ഇതേപോലെ സർക്കിൾ അവരെ കൊണ്ട് വരപ്പിക്കും. എന്നിട്ട് ഔട്ട്ലർ സർക്കിളും ഇന്നർ സർക്കിളും എന്ന് പറഞ്ഞിട്ടുള്ള ആ സർക്കിളിലേക്ക് നമ്മൾ അവരെ പോകും. അപ്പൊ ഇന്നർ സർക്കിളിൽ എന്താണ്, അവർക്കാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക. അപ്പോൾ അവിടെ ഒന്ന് ഷെയർ യുവർ തോട്ട്, അവരെ ഫീലിങ്സും കാര്യങ്ങളും പൂർണ്ണമായിട്ടും ആ ഒരു ഇതിലേക്ക് അവരിപ്പോൾ നിലവിൽ അനുഭവിക്കുന്ന കാര്യങ്ങളും ആ ഒരു ഇന്നർ സർക്കിൾ ചെയ്തു. പിന്നെ അതേപോലെ അവർക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, ആരൊക്കെയാണ് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്, അവരെ കുറിച്ച് നമ്മൾ എഴുതാൻ പറയും. പിന്നെ അവർക്ക് ഏത് രീതിയിലാണ് ഒരു അംഗീകാരം കിട്ടേണ്ടത്, മറ്റുള്ള ആ ഭർത്താവ് ഏത് രീതിയിലാണ് എന്നെ മനസ്സിലാക്കേണ്ടത്, അല്ല ആ ഒരു NPD ഏത് രീതിയിലാണ് എന്നെ കൂടുതൽ അംഗീകരിക്കേണ്ടത്. ഇതൊക്കെ പിന്നെ ചെറിയ രീതിയിൽ അവർക്ക് അവരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇന്നർ സർക്കിളിൽ എഴുതുക. പിന്നെ ഇനിയിപ്പോൾ ഔട്ടർ സർക്കിളിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു NPD ക്ലയന്റുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിലേക്കാണ് പോവുക. കറക്റ്റായിട്ട് ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. അവോയ്ഡ് നെസസറി ഇൻവോൾവ്, എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആ ഒരു രീതിയൊന്നും അങ്ങോട്ട് ഒഴിവാക്കുക. പിന്നെ എന്തിനും പിന്നെ ചില കാര്യത്തിൽ മാനിപ്പുലേഷൻ ഉണ്ടാവും. വെറുതെ അയാൾ എന്തൊക്കെയോ പറയുന്ന സമയത്ത് അത് നെവർ മൈൻഡ് ആക്കുക എന്ന തൽക്കാലം. എല്ലാത്തിനും അതിന് ഫീൽ ചെയ്യേണ്ട, അയാൾ എന്തും പറഞ്ഞോട്ടെ, അത് നമ്മൾ അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതേ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തകളിലേക്ക് പോവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ സെൻസിറ്റീവ് ആവരുത് എന്നുള്ളത്. കൂടുതലായിട്ട് നമുക്ക് എപ്പോഴും സങ്കടങ്ങൾ വരുന്ന സമയത്ത് അത് ഡീപ്പായിട്ട് അങ്ങോട്ട് പൊട്ടിക്കരയാനൊന്ന് ശ്രമിച്ചെങ്കിൽ നമുക്ക് കുറേയുണ്ട്. പക്ഷെ അതേ സമയത്ത് അയാളെ മുമ്പിൽ ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ പറയാ തല താഴ്ത്തിരിക്കുക, ഇതൊക്കെ ചെയ്യുന്ന അയാൾക്ക് കുറച്ചുകൂടി വാശി കൂടും, പല പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതേപോലെ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അയാൾക്ക് ചിലപ്പോൾ അയാളെ പ്രശ്നങ്ങൾ പിന്നെ എവിഡൻസ് ബേസ് ആയിട്ട് മറ്റുള്ള ആളുകളെ കുറേയൊക്കെ ഒന്ന് അറിയിക്കുമ്പോൾ അയാളൊന്ന് സൈലന്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് മുൻകൂട്ടി ധാരണയിൽ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാവും. എപ്പോഴും ഡിപ്പെൻഡൻസി ഒഴിവാക്കുക എന്നുള്ളതാണ്. അയാളെ ആശ്രയിച്ച് ജീവിക്കുന്നത് മാക്സിമം ഒന്നൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കാനുള്ളത്. അതേപോലെ പിന്നെ തന്നെ കൊണ്ട് എന്തെങ്കിലും വരുമാനം തനിക്ക് തന്നെ, ഇയാളില്ലെങ്കിൽ തനിക്ക് ജീവിച്ചു പോവാം എന്നുള്ള ആ ഒരു മെന്റാലിറ്റി അവരിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓരോ പ്രയാസങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ അവോയ്ഡ് ഡിപ്പെൻഡൻസ്, ഓവർ റിലയൻസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഡിപ്പെൻഡൻസ് ഉണ്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അയാൾക്ക് അതൊരു മുതലെടുപ്പ് ഉണ്ടാവും ചിലപ്പോൾ അയാൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളിന്. കാരണം ഇവരെന്നെ ഒരിക്കലും വിട്ടു പോകാനുള്ള സാധ്യത, അങ്ങനത്തെ ഒരു മുതലെടുപ്പ് ഇയാൾക്ക് വന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്നും ഈ ഒരു അഡിക്ഷനിൽ നിന്നും രക്ഷപ്പെടാൻ പ്രയാസം. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരിക്കലും അവിടെ ഉണ്ടാകാൻ പാടില്ല. സ്റ്റേ കോഷ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പതിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഓവർകം ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സപ്പോർട്ട്, തെറാപ്പിസ്റ്റിന്റെ സപ്പോർട്ടോ സുഹൃത്തുക്കളുടെ സപ്പോർട്ടൊക്കെ നേടി തൻ്റെ ലൈഫിൽ എന്തെങ്കിലും മികച്ചതായിട്ട് ലൈഫിലേക്ക് എങ്ങനെ പോകാനുണ്ടോ. കാരണം ഈ ഒരു ഔട്ട്സൈഡ് സർക്കിൾ എന്ന് പറയുമ്പോൾ അയാളെ ചുറ്റുപറ്റി നടക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് എഴുതാനുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അതൊരു റിക്കവറി സിസ്റ്റമായിട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിന്റെ ഒരു മോഡലാണ് ആദ്യം ഒരു സർക്കിൾ വരച്ചു കൊടുക്കുക, പിന്നെ അതിന്റെ കൂടെ ഇന്നർ സർക്കിൾ വരയ്ക്കുക, പിന്നെ അതിന്റെ ഇന്നർ സർക്കിളിൽ എഴുതേണ്ടത് ട്രൂത്ത്, ബർത്ത്, അവരുമായിട്ട് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും അവർക്ക് സപ്പോർട്ട് കിട്ടുന്ന കാര്യങ്ങളും ഒക്കെ, പിന്നെ എൻജോയബിൾ ആയിട്ടുള്ള കിട്ടുന്ന ആ മൊമെന്റുകളൊക്കെയാണ് അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഔട്ട്റൈറ്റ് സർക്കിളിൽ വരുന്ന സമയത്ത് റിലേഷൻഷിപ്പുമായിട്ട് ഏതൊക്കെ രീതിയിൽ ബൗണ്ടറീസ് ഉണ്ടാക്കാം, ഏത് രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം, ഏതൊക്കെ രീതിയിലാണ് ആ ടോക്സിക് ലൈഫുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത്, തനിക്ക് ചോയ്സുകൾ ഏതൊക്കെ രീതിയിൽ എടുക്കാം, ആരോടൊക്കെ ഏത് രീതിയിൽ പുതിയ റിലേഷൻഷിപ്പ് ഇന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം, ഇതൊക്കെയാണ് ഔട്ട്സൈഡ് സർക്കിളിൽ വരുന്നത്. ഇങ്ങനെയൊക്കെ നമുക്കൊരു പ്രാക്ടിക്കൽ ഇവന്റ് പോലെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആ ഒരു റിക്കവറി സിസ്റ്റം അവിടെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
ഇനി നമുക്ക് ഈ ഒരു റിക്കവറി സിസ്റ്റം എങ്ങനെയാണ് ചെറിയൊരു രീതിയിൽ നമുക്ക് അവരെ ഹീൽ ചെയ്യാം. കാരണം അവരെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് അവരെ പൂർണ്ണമായിട്ടും അതിൽ നിന്നും നമുക്ക് ഓർമ്മകളിൽ നിന്നും മാറ്റിയെടുക്കുക എന്നുള്ളതല്ല. എങ്കിൽ പോലും ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം അവർക്ക് അവരുടെ ആരോഗ്യം ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അത് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ശാരീരികമായിട്ട് പൂർണ്ണമായിട്ട് മാനസികമായിട്ട് ഓൾറെഡി അവർ പോയതാണ്. ഇപ്പൊ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവർ ക്ലിയർ ചെയ്ത് അവർക്ക് നല്ല മെഡിക്കേഷൻ ഡോക്ടർ റെഫർ ചെയ്തിട്ട് അത് റെഡിയാക്കുക. കാരണം അതേപോലെ എന്തെങ്കിലും സ്ട്രെസ് ലെവൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ആ സ്ട്രെസ് ലെവൽ എന്തുകൊണ്ടാണ് കൂടുതൽ വരുന്നത്, ആ ഒരു സമ്മർദ്ദം കുറയ്ക്കാനുള്ളത്. കാരണം ഫിസിക്കലി ആയിട്ടും തകർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ മാനസികമായി തകർന്ന് നിൽക്കുമ്പോൾ അവർക്ക് ഒന്നിനും കഴിഞ്ഞോണമെന്നില്ല. അപ്പോൾ സിവിയർ ആയിട്ട് ഡിപ്രഷൻ പോലും ഇതിലൂടെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ മാറാൻ തയ്യാറാണ്, ഈ ഒരു സിറ്റുവേഷൻ മാറാൻ തയ്യാറാണ് എന്നുള്ള ഒരു അവയർനെസ് എല്ലാ കാര്യം ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി ഫിസിക്കലി ക്ലിയർ ആക്കണം, മെന്റലി ക്ലിയർ ആക്കിയിട്ട് അവരെ സ്വയമായിട്ടൊരു ആ ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുക. അതിൽ നിന്നും കൾട്ടിവേറ്റ് റെസിലിയൻസ്. അവിടെ അയാൾക്ക് പിന്നെ പ്രധാനമായിട്ടും മാനസികമായിട്ടുണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതിൽ നിന്ന് നമുക്ക് പതിയെ പതിയെ എന്ത് ചെയ്യാണ്, പ്രതിസന്ധികളിൽ ചെറിയ ചെറിയ വിജയം കൾട്ടിവേറ്റേഴ്സിൽ നിന്ന് ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ അവർക്ക് ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും സന്തോഷങ്ങൾ അതൊക്കെ ഒന്ന് അവരോട് ആഘോഷിച്ച് തുടങ്ങാൻ പറയാം. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ കുട്ടികളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവരുമായിട്ട് ഭർത്താവില്ലാത്ത സമയത്ത് കുറച്ച് സന്തോഷം ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് ആ ഒരു സന്തോഷം അവരോട് കൂടുതലായിട്ട് ആ കുട്ടികളുമായിട്ട് നിൽക്കാൻ പറയാം. അല്ലെങ്കിൽ തൻ്റെ പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിൽ പോയി 2 ദിവസം അവിടെ പോയി പറയുമ്പോൾ അല്ല സുഹൃത്തുക്കളോട് പറയുമ്പോൾ തനിക്കൊരു ആശ്വാസം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ കുറേയൊക്കെ ആളുകളിൽ നിന്നും ഈ ഒരു മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ റീബിൽഡ് സോഷ്യൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ചുറ്റുപാടുകളിലെ മറ്റുള്ള ആളുകളുമായിട്ട് പുതിയ ഒരു സപ്പോർട്ട് സിസ്റ്റം വാങ്ങുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ചുറ്റുപാട് അയൽവാസികളൊന്നും ഇത് അറിയുന്നുണ്ടാവില്ല, ഫാമിലിയിൽ ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. അതേപോലെ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ അംഗീകരിക്കില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും. അപ്പോൾ ആളുകളുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാൻ പറയുക, കറക്റ്റ് എന്താണ് തൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് അത് വിശദമായിട്ട് അവരോട് പറയുക. പിന്നെ ഈ ഒരു പ്രാക്ടീസ് റിമംബറൻസ് മൗറിങ് എന്ന് പറയുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടപ്പെടൽ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിക്ക് എന്താ തോന്നുക, ഇതോടുകൂടി എൻ്റെ നാടും വീടും ഒക്കെ കഴിഞ്ഞ് ഇനി ഞാൻ എല്ലാം ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും പോകണം. ഒരു ഓട്ടോമാറ്റിക് തോട്ട് നമുക്കൊക്കെ സാധാരണ ഉണ്ടാകും. പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് പോയാൽ പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ അമ്മമാരോട് ചോദിക്കാറ്, നീ ആകെ പിന്നെ മെലിഞ്ഞു പോയല്ലോ, വല്ലാതായി പോയല്ലോ. അമ്മമാർക്ക് അതാണ് അവർ വീട്ടിൽ നിന്ന് പിറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ മാസത്തിൽ വരുന്നുണ്ടാവും, എന്നാലും അവരെ കുട്ടികൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു പെൺകുട്ടിയുടെ മൈൻഡ് എന്ന് പറയുന്ന എൻ്റെ ജീവിതം ഇതോടെ തീർന്നു, എനിക്കിനി എൻ്റെ വീട് അവിടെയാണ്, എൻ്റെ നാട് അവിടെയാണ് എന്നുള്ള ചിന്ത. പക്ഷെ ഈ ഒരു ചിന്തകൾ ഓട്ടോമാറ്റിക് ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ ഈ പറഞ്ഞതുപോലെ അബ്യൂസുകളും കൂടെ ആ വീട്ടിൽ നിന്ന് കിട്ടുമ്പോൾ ആൾക്ക് പൂർണ്ണമായിട്ടും ഒരു പഴയ ഒരു നഷ്ടബോധങ്ങൾ എന്തൊക്കെയോ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയതാണ് ചെറിയ ചെറിയ സന്തോഷം കിട്ടുന്ന ആ ഒരു മൊമെന്റുകൾ നമ്മൾ ആഘോഷിക്കുക. പിന്നെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ അവരോട് പറയുക, നെഗറ്റീവ് എല്ലാ ചിന്തകളെയും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നല്ല വിശ്വാസങ്ങൾ വരുമ്പോൾ സമയത്ത് സിറ്റുവേഷൻ ബേസ് ആയിട്ട് അംഗീകരിക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് ജീവിക്കാൻ പോവുക, ഹെൽത്തി ആയിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോവുക. സപ്പോർട്ട് സിസ്റ്റം വേണമെങ്കിൽ സപ്പോർട്ട് പറയുക. ഇനിയിപ്പോൾ സേഫ്റ്റി, ആദ്യം നിങ്ങൾ സേഫ്റ്റി നോക്കുക. വീട്ടിൽ സുരക്ഷിതമാണ്, അയാളുമായിട്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് സുരക്ഷിതമാണെങ്കിൽ തൽക്കാലം മാറി താമസിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് അങ്ങോട്ട് മാറി താമസിക്കുക, കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എസ്റ്റാബ്ലിഷ് സെക്യൂരിറ്റി സ്റ്റെബിലിറ്റി. അവിടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാവുന്ന ഈ ഒരു പിന്നെ പതിവായിട്ട് കിട്ടുന്ന പല പ്രയാസങ്ങളും ഉണ്ടാവും. അതിപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി കിട്ടണമെങ്കിൽ ഇമോഷണൽ റെഗുലേഷൻ സിസ്റ്റം നമ്മൾ അവരെ പഠിപ്പിക്കുക. ഈ ഒരു ബ്രീത്തിങ് എക്സസൈസുകൾ, ആക്ടിവിറ്റീസുകൾ അവർക്ക് ഈ ഒരു കുറെ അയാളില്ലാത്ത സമയത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സെൽഫ് സൂത്തിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് വരാതിരിക്കാൻ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഹീലിംഗ് സിസ്റ്റം പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ ആ ഒരു റിക്കവറി മോഡൽ എന്ന് പറയുമ്പോൾ ഒരു 5 ഫേസ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഹീലിംഗ് സിസ്റ്റം ഒന്ന് കൊടുക്കേണ്ടത്. ഫേസ് 1 എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അവരെ സേഫ്റ്റിയാണ് നോക്കുക. ഇപ്പൊ അവർ ആ സ്ഥലത്ത് സുരക്ഷിതമാണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട്, നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ അവർ വീണ്ടും അതേ പ്രശ്നങ്ങളിൽ തന്നെ പോകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ആദ്യ ഫേസ് നമ്മൾ സെഷനിൽ തുടങ്ങുന്ന സമയത്ത് തന്നെ. പിന്നെ അതേപോലെ ഇമോഷണൽ സ്റ്റെബിലൈസേഷൻ ആണ്
അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഏതൊരു പ്രശ്നം വരുന്ന സമയത്ത് അവരെ ഇമോഷൻസ് അവർ തന്നെ അറ്റൻഷൻ ചെയ്യുക. ഏത് രീതിയിലാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത്, അതിനനുസരിച്ച് അവരുടെ വൈകാരികമായിട്ടുള്ള ചിന്തകളെയും പ്രയാസങ്ങളെയും ഒക്കെ സ്വയമായിട്ട് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ട്രോമ ബോണ്ട് ഡിറ്റോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ആ അബ്യൂസ് റിലേഷൻഷിപ്പ് എന്നുള്ളത് പിന്നെ പതിയെ പതിയെ എന്താണ് ഒരു തിരിച്ചറിവ് അയാൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെ ഇമോഷൻ മാനിപ്പുലേഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ, ഗ്യാസ് ലൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ ആ പറഞ്ഞ അവോയ്ഡൻസ് റെസ്പോൺസ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടുക്കും. എപ്പോഴും അയാളെ വായി തൂങ്ങി പിന്നെ വാലി തൂങ്ങി നടക്കേണ്ടതില്ല. അയാളുടെ ജീവിതത്തിൽ പെട്ടു പോകേണ്ടതില്ല. കുറേയൊക്കെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളത്. പിന്നെ അതേപോലെ ഐഡന്റിറ്റി റീകൺസ്ട്രക്ഷൻ ആണ് അവിടെ വരുന്നത്. ഈ ഒരു അബ്യൂസ് റിലേഷൻഷിപ്പ് കാരണം നഷ്ടമായിട്ടുള്ള ഒരു സ്വഭാവം നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ സെൽഫ് എസ്റ്റീം വർദ്ധിപ്പിക്കുക, സെൽഫ് വെർത്തുകൾ, വാല്യൂസുകൾ, സെൽഫ് കോൺഫിഡൻസ്, അയാൾക്ക് അറ്റ്ലീസ്റ്റ് അയാൾക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ആഗ്രഹങ്ങളുള്ളത്, ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് ജീവിതം, ഇതൊന്നും തീരെ ഉണ്ടാവില്ല എങ്കിൽ പോലും നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അയാളെ വാല്യൂ മനസ്സിലാക്കിയിട്ടും അയാളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടും അയാൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കേസ് നമുക്ക് വരുന്നത് പെൺകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ അമ്മമാരൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. NPD എന്തായാലും നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരില്ല. പക്ഷേങ്കിൽ ഇതിലൂടെ നമുക്ക് എന്താണ്, ഈ ഒരു വിക്ടിംസിലൂടെ ആയിരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ NPDന്റെ ട്രീറ്റ്മെന്റ് കൂടി അവിടെ നടത്തേണ്ടത്. ഈ ഒരു റെസ്പോൺസിലിങ്ങിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവെൻഷനിലൂടെ അയാൾ NPDനോട് കാണിക്കുന്ന ഓരോ ദിവസങ്ങളും മാറ്റങ്ങളും ഇത് NPD തിരിച്ചറിയണം. എൻ്റെ സ്വഭാവം മറ്റുള്ള ആളുകൾ, എൻ്റെ വൈഫ് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതിനെ അയാൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോൾ പഴയതുപോലെ അയാൾ കെയർ തരുന്നില്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഈ ഒരു ചിന്തകളാണ് യഥാർത്ഥത്തിൽ NPD നമുക്ക് ഡൗൺ ആക്കാൻ പറ്റുക. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഏറ്റവും പ്രധാന ഫൈനലി ബൗണ്ടറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് പോകേണ്ടത്. ഇനി ഈ ഒരു തെറാപ്യൂട്ടിക് ബേസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ CBT നമുക്ക് കൊടുക്കാം. CBTയിലെ ആ ഒരു ട്രോമ ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. കാരണം നമ്മൾ തോട്ട് റെക്കോർഡൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും ആ ഒരു പിന്നെ ഒരു റിയാലിറ്റി ഡിസ്റ്റോർഷൻസ്, ഇപ്പം നെഗറ്റീവ് അവർക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് എന്താണ് ഗ്യാസ് ലൈറ്റിംഗ്, ബ്ലെയിം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തോട്ട് റെക്കോർഡ് ഉപയോഗിച്ചുകൊണ്ട് അവരെ ഓട്ടോമാറ്റിക് തോട്ടിനെ ചലഞ്ച് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ DBT പ്ലസ് സൊമാറ്റിക് റെഗുലേഷൻസ് ആണെങ്കിൽ, DBT ഡയറക്റ്റീവ് ബിഹേവിയർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ആദ്യം ഗ്രൗണ്ടിങ് ടെക്നിക്കുകൾ കൊടുക്കുക. 5-4-3-2 എന്ന് പറഞ്ഞ് ഡീപ് ബ്രീത്തിങ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബോഡി സ്കാനിങ് പിന്നെ ഈ ഒരു എക്സസൈസുകളൊക്കെ കൊടുക്കുക. ശരീരത്തിൽ സൊമാറ്റിക് ആയിട്ട് പെയിനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി PMR പോലെ ചെറിയൊരു ട്രെയിൻ പോലെ അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ അതിനുശേഷം ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് ഐഡന്റിഫൈ ചെയ്യുക. ഏത് രീതിയിലാണ് റിലേഷൻഷിപ്പ് ഇപ്പോൾ പോകുന്നത്, ആ രീതിയുമായിട്ട് പോകുന്നത് മനസ്സിലാക്കുക. പിന്നെ ആ ഒരു രീതി റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് എത്രത്തോളം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്ന് വ്യക്തമായിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കണം. വെള്ളം നമ്മളൊരു മൂളലോ അല്ലെങ്കിൽ കരച്ചിലോ ബഹളം ഒന്നും ആ ഒരു സെഷനിൽ തന്നെ മാക്സിമം അവരെ കൊണ്ട് കിട്ടാവുന്ന ഡാറ്റകൾ മൊത്തം കളക്ട് ചെയ്യുക. അതിനുശേഷമായിരിക്കണം ഡിയർമാൻ ടൂൾസുകൾ ഉപയോഗിക്കാം. അതേപോലെ പിന്നെ ഈ ഈ ഈ പറഞ്ഞ ആ ഒരു എന്താണ് ഗിവ് എന്ന് പറഞ്ഞിട്ടൊരു ടൂൾസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഒരു പ്രോസസ്സിങ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ അറ്റാച്ച്മെന്റ് ബേസ്ഡ് പ്ലസ് CBT ആണ്. അറ്റാച്ച്മെന്റ് ബേസ്ഡ് ഒരു തെറാപ്പിയാണ് സൈക്കോ തെറാപ്പിയിലെ. പ്ലസ് CBT ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവരുടെ ഏർലി മാലഡാപ്റ്റീവ് സിസ്റ്റം ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. സ്കീം ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആ ഒരു മുമ്പ് കിടക്കുന്ന ഒരുപാട് കോർ ബിലീഫുകളും സിസ്റ്റങ്ങളും ഒക്കെ അവർക്ക് ഉണ്ടാവും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അതിൽ പെട്ടുപോയിട്ടുള്ള ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അറ്റാച്ച്മെന്റ് ബേസ്ഡ് ഉപയോഗിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് CBTയിൽ ആ ഒരു തോട്ട് റെക്കോർഡോ അല്ലെങ്കിൽ ജേർണൽ പ്ലസ് അതേപോലെ ബിഹേവിയർ ആക്ടിവേഷൻ ഒരുപാട് ടൂൾസുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പോവാം. ഇപ്പോൾ സ്കീമ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചെയർ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളെ പുറത്തിറക്കാൻ പറ്റും. അതിൽ empty ചെയർ ഉണ്ട്, ഡബിൾ ചെയർ, 2 ചെയർ എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ. പിന്നെ ഇന്റർപേഴ്സണൽ എഫക്റ്റീവ്നെസ് ആണ്. DBTയിലേക്കാണ് കൂടുതലായിട്ട് എഫക്റ്റീവ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവരുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളോ അല്ലെ റിലേഷൻഷിപ്പ് പുതിയ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ അസർട്ടീവായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ DBT ടൂൾസ് വെച്ച് നമുക്ക് അവിടെ ആ ഈ ഒരു റിക്കവറി ആ NPD ക്ലയന്റിൽ നിന്ന് നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സർക്കിള് വരുന്നത്. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഒരു ചെറിയൊരു കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, എന്നാലും വീണ്ടും വീണ്ടും നമുക്ക് ഡെയിലി ഇത് വരുന്നത് കൊണ്ട് ആ ഒരു ടോപ്പിക് ആയിട്ട് വന്നു എന്നുള്ളതാണ്. ഓക്കെ അല്ലേ?
ഓക്കെ സാറ്, ഇത് യൂഷ്വലി ഇതിന്റെ എത്ര സെഷൻസ് വേണ്ടി വരും ഈ കേസുകൾ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി? യൂഷ്വലി നമുക്ക് നോർമലായിട്ട് നമ്മളൊരു ബേസിൽ തെറാപ്യൂട്ടിക് അപ്രോച്ച് വെച്ചിട്ടാണ് സാധാരണ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു 16-17 സെഷൻ നമ്മൾ കൊടുക്കണം. പക്ഷെ CBT DBT പ്ലസ് നമ്മൾ ഈ ഒരു മിക്സഡ് ആയിട്ട് സൈക്കോ തെറാപ്പി ഒരുപാട് തെറാപ്പികൾ മിക്സഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്റർഗ്രേറ്റ് അപ്രോച്ചാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ആ ക്ലയന്റ് നമ്മളെടുത്തോളം വരുന്നതിന്റെ അനുസരിച്ച് ഒരു 10 സെഷനൊക്കെ മതിയാവും. നമുക്ക് ഓക്കെ. ഏകദേശം അവരെ റിക്കവറി ആദ്യത്തെ ഒരു 5 സെഷൻ തന്നെ ആള് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് വീട്ടിലുള്ള അതിനുശേഷം വീട്ടിൽ പോയിട്ട് അന്ന് തന്നെ ആ റെസ്പോണ്ടിങ് തുടങ്ങുകയാണ്. അതേപോലെ അയാൾ നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ആ 5 സെഷനോട് കൂടി ആൾ ഇമോഷണൽ സ്റ്റെബിലൈസേഷൻ ഒക്കെ കിട്ടും. പിന്നെ നമുക്ക് കൊടുക്കാനുള്ളത് അയാളെ കൂടായി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. സാറേ പറ. ഒന്ന് പറയാവോ കുറച്ചുകൂടെ? ഈ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അയാള് ഈ ഒരു പൂർണ്ണമായിട്ടും പിന്നെ അയാൾ അടിമപ്പെട്ടു പോവാന്നൊക്കെ പറയാറില്ലേ ആ ഒരു കേസ്. കാരണം ഞാൻ അതിൽ പെട്ടുപോയി, ഞാൻ എൻ്റെ ഒരു തെറ്റ് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്, എൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരാൻ പാടില്ല. ഇതൊരു തുടക്കത്തിലാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അയാൾ പൂർണ്ണമായിട്ടും ആ ഒരു ക്ലയന്റിന്റെ ഒരിക്കലും കോഡിപ്പെൻഡൻസി പറഞ്ഞ വാക്ക് അയാൾ പുറത്ത് കിടക്കാതെ അതിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഗ്യാസ് ലൈറ്റിംഗ്. അവിടെ അയാൾക്ക് സ്വയമായിട്ടുണ്ടാകുന്നതാണ് ഒരുപാട് തെറ്റിദ്ധാരണകൾ. ഞാൻ വരുത്തി വെച്ചതാണ് ഇതൊക്കെ തന്നെ, അതുകൊണ്ട് ഞാൻ അനുഭവിച്ചേ തീരൂ എന്നുള്ള ആ ഒരു തോട്ടാണ് ഇവർക്ക് ഉണ്ടാവുക ഗ്യാസ് ലൈറ്റിംഗ് ഉള്ള ആൾ. കാരണം പൂർണ്ണ കംപ്ലീറ്റ്ലി അതിൽ NPT ക്ലയന്റിന് അഡിക്റ്റഡ് ആയി ഡിപ്പെൻഡൻസി ആയിട്ട് അവരെ കൂടെ ജീവിക്കുക എന്നുള്ളത്, അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് വരുന്നത്. ആ അവസ്ഥയ്ക്ക് ചിലപ്പോൾ അത് കഴിഞ്ഞ് ഗ്യാസ് ലൈറ്റിക്ക് എത്തി തുടക്കത്തിലാണ് നമ്മൾ പറഞ്ഞ ലവ് ബോണ്ടിങ് കഴിഞ്ഞ് അടുത്ത ആ ഒരു ഡിവാലുവേഷനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ ഒന്ന് റിക്കവർ ചെയ്താൽ. പക്ഷേ ഗ്യാസ് ലൈറ്റിൽ അങ്ങ് പെട്ടുപോയി കഴിഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ആ സാഹചര്യത്തിൽ ഉണ്ടാവുക. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറ്റം ഉണ്ടെങ്കിൽ അവര് പറയാൻ വരുമ്പോ നമ്മൾ അയാളിൽ കുറ്റം സ്ഥാപിക്കുന്നത് അതല്ലേ ഗ്യാസ് ലൈറ്റിങ്? അല്ലല്ല, അയാള് ചിലപ്പോൾ അങ്ങനെയല്ല. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇത് എന്റെ ഭാഗത്താണ് വിശ്വാസം എന്ന് പറയുന്നത്. ചിലപ്പോൾ അയാള് ഓൾറെഡി അയാളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്, അപ്പൊ അയാളെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു NPT വിക്ടിംസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ അയാളിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ നമ്മൾ കേൾക്കുക, അയാളെ പറ്റി ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങളും ഇപ്പൊ റിയലായി സംഭവിക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ ഗ്യാസ് ലൈറ്റിങ്ങിൽ വരുന്ന സമയത്ത് ഇത് ആ ലവ് ബോണ്ടിങ്ങിന് ശേഷം റീവാലുവേഷന് ശേഷം വരുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. ഇത് ഒരു യാഥാർത്ഥ്യം ഒരു ബോധ്യമില്ലാതെ ആ ഒരു NPT ക്ലയന്റും NPT വ്യക്തിയുമായിട്ട് ജീവിതം ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് ഞാൻ പിന്നെ ഓവറായിട്ട് എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇതിൽ പെട്ടുപോയി. ആ സമയത്ത് എന്താണ് ഈ ഒരു ഗ്യാസിലേക്ക് വന്ന സമയത്ത് ആ ക്ലയന്റ് എന്ത് ചെയ്യും, വിക്ടിം എന്ത് ചെയ്യും, ആ NPTനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും റെസ്പോൺസ് ചെയ്ത് പറഞ്ഞാൽ ആ NPT പറയാണ്, യഥാർത്ഥത്തിൽ അയാൾ പറയാണ്, നീ ഓവർ തിങ്കിങ് ആണ്, നീ എന്നെ കുറച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഇത് നിന്റെ കുഴപ്പം തന്നെയാണ്, നിനക്ക് ഭ്രാന്താണ്. ഇതൊക്കെ പറയുന്ന സമയത്ത് ഇത് കേൾക്കുന്ന സമയത്ത് അയാൾ പൂർണ്ണ സെൽഫ് ഡൗട്ട് വന്നു കൊടുക്കും അയാൾക്ക്. ഇതൊക്കെ എന്റെ പ്രശ്നമാണ്, ഇത് ശരിക്കുള്ളത് തന്നെയാണോ, അല്ലെങ്കിൽ അയാൾ പറയുന്നത് സത്യമാണോ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിങ്ങിലേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിൽ അങ്ങോട്ട് പെട്ടു. ആള് പിന്നെ സ്വയം വിശ്വസിക്കുകയാണ് ഞാൻ എന്റെ ഭാഗത്താണ് എന്റെ എല്ലാ തെറ്റുകളും ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഓർമ്മക്കുറവുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഹലൂസിനേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡെലൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞത് ഡെലൂഷൻ സിസ്റ്റം കാണിക്കാറുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ മൈൻഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാം ഒന്നും ശരിയാവൂല, ഞാൻ ആകെ പെട്ടുപോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു ഓവർ തിങ്കിങ് പോലെ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ എന്താണ് ആ ഒരു ക്ലയന്റ് ഈ NPT വ്യക്തി എന്ത് ചെയ്യുക, ഇതിനെ പ്രൊവോക്കേറ്റ് ചെയ്ത് തുടങ്ങും. കാരണം ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞ ചെറിയ സംശയത്തോടു കൂടി അതിനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിംഗ് കൂടിയാണ്. ഇതിനെ പ്രതികരിച്ച് തുടങ്ങിയെന്ന് കണ്ടാൽ അവിടെ അടിച്ചമർത്താനുള്ള ഒരു പരിപാടി കൂടി അയാളെടുക്കും. ഓക്കെ സാർ, താങ്ക് യു. ഈ NPD ജെന്റ്സിൽ മാത്രമേ കാണത്തുള്ളൂ, ലേഡീസിനില്ലേ? ഉണ്ട്, എത്ര പേരുകളുണ്ട്, നമ്മൾ ആ ശ്രദ്ധിക്കപ്പെടായിട്ടാ. ADCന് ഒരുപാടുണ്ട്. ഇപ്പൊ അടുത്തൊരു നമുക്കൊരു 6 മാസം മുമ്പ് ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. അയാൾ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, ഒരു ടീച്ചറാണ് ആള്. അപ്പോൾ ആള് വന്നിട്ടുള്ളത് എന്താണ്, നമ്മളോട് പറഞ്ഞത് ഭർത്താവ് NPD ആണെന്നാ പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ട് അവർക്ക്. അപ്പോൾ കുട്ടികൾ എന്താണ് പിന്നെ
ഇവര് അത്യാവശ്യം നല്ലൊരു ക്വാളിഫൈഡ് ഉള്ള ടീച്ചറാണ്. ഭർത്താവ് സാധാരണ ഷോപ്പിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഭർത്താവ് ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് ഭർത്താവിന് ഈഗോ ആണ്, അപ്പൊ നിരന്തരമായിട്ട് എന്നെ ഉപദ്രവിക്കുകയാണ്. ഇയാളെ ഉപദ്രവം സഹിക്കുക, നാട്ടുകാരും വിശ്വസിക്കുന്നില്ല, കുടുംബക്കാരും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ വീട്ടുകാർ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നീ അത്യാവശ്യം പഠിച്ചാൽ ഒഴിവാക്കാൻ പറ്റും, ഒഴിവാക്കിയാൽ പോരെ എന്നൊക്കെയാണ് അവര് പറയുന്നത്. സത്യത്തിൽ എന്നിട്ട് എന്ത് ചെയ്തു, ഇവരെന്ത് ചെയ്യും, മൂന്ന് കുട്ടികൾ എന്ത് ചെയ്തു, ഇവര് പിന്നെ ഹോസ്റ്റലിലൊക്കെ ആക്കിയിട്ടുണ്ട്. ആക്കി, ഞാൻ അയാളെ സ്വഭാവം വരാതിരിക്കാൻ വേണ്ടി എൻ്റെ മക്കളൊക്കെ ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രസന്റ്ലി പ്രോബ്ലം. ഇതെങ്ങനെ നമുക്ക് ഒരു റിക്കവറി ചെയ്തെടുക്കാന്ന്. എന്നും വന്ന് കരച്ചിലായിരുന്നു. ചിലന്താ എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരം, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കാരണം ഇവിടെ എന്താണ് സംഭവിച്ചറിയോ, ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ റിക്കവറി സിസ്റ്റം അയാളെ ഭർത്താവ് കുറെ വർഷങ്ങൾ മുതൽ തുടങ്ങിയിട്ടുണ്ട് റെസ്പോൺസ് ചെയ്യാൻ. അയാളൊരു സാധാരണക്കാരനാണ്, എന്ത് പ്രശ്നം കിട്ടിയാലും പ്രതികരിക്കാത്ത ഒരാളാണ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു, ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അവയർനെസ് നേടിയിട്ട് ഈ ഒരു റിക്കവറി സിസ്റ്റം എന്താണ് പതിയെ പതിയെ ആളെ ലൈഫിലേക്ക്, ഈ സ്വന്തം വൈഫിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ആ ഒരു തിരിച്ചറിവ് എന്താണ് ഈ ഒരു ക്ലയന്റ് വന്നു തുടങ്ങി. കാരണം ഞാൻ ഇതുവരെ നടത്തിയ സുപ്പീരിയറിറ്റി പവർ ഇല്ലാണ്ടായി പോവുകയാണ്. അതിപ്പോ അതിനെന്തെങ്കിലും ചെയ്യാം. അവിടെയാണ് ഒരു മാനിപ്പുലേഷൻ സിസ്റ്റം അവിടെ കൊണ്ടുപോകും. സ്വന്തം ഭർത്താവിന്റെ പേരിൽ അടിച്ചൊതുക്കിയിട്ട് അയാൾക്ക് ഭ്രാന്താണ്, അയാൾ NPT സിസ്റ്റം ആണ് എന്ന് പറഞ്ഞ് നമ്മളെടുത്ത് വന്നിട്ട്. പക്ഷെ ഇവിടെ നമുക്കിങ്ങനെ ഇവര് പറഞ്ഞിട്ടുള്ള എന്തായാലും ഇവരുമായിട്ട് ഒറ്റയ്ക്ക് നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇയാളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല ഫാമിലീസുമായിട്ടും പല കുടുംബത്തിൽ ബന്ധപ്പെട്ട സമയത്തും അവസാനം പറഞ്ഞു ഭർത്താവ്, ഞാൻ ചോദിച്ചു ഭർത്താവുമായിട്ട് സംസാരിക്കാൻ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിക്കൂടെ. അപ്പോൾ നിങ്ങൾ പറയുന്നൊക്കെ ജസ്റ്റ് എന്തെങ്കിലും കാരണം സുഹൃത്തിനെ കാണാവുന്ന രീതിയിൽ വന്നാൽ മതി, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്കൊരു ഓൺലൈൻ മീറ്റിംഗ് സെറ്റ് ആക്കാമെന്ന്. ഭർത്താവ് ഒരിക്കലും, നിങ്ങൾക്ക് അറിയാലോ NPT ക്ലയന്റ് ഒരിക്കലും കൗൺസിലിംഗ് വരില്ല, പിന്നെ എന്തിനാ നിർബന്ധിക്കുക. അല്ല, നമുക്ക് എന്തായാലും നിങ്ങൾ അവരെ നമ്പർ തന്നേക്ക്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, നമ്പർ തന്നില്ല, പക്ഷെ ഇവരെ സപ്പോർട്ടായിട്ടുള്ള ഒരു മാമന്റെ നമ്പർ, അവരെ കുടുംബത്തിലെ ഒരാളെ നമ്പർ, അങ്ങനെ അയാൾ മുഖേന എന്ത് ചെയ്തു. എനിക്ക് അപ്പോൾ കൺഫ്യൂഷൻ അവിടെ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അയാളെ വിളിച്ചു, സംഭവം ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് കൂടുതലായിട്ട് പറ്റി ഇതിനെ അറിയില്ല, ഞാൻ എന്തായാലും പുള്ളിക്കാരൻ്റെ നമ്പർ തരാം. അപ്പോൾ നമ്പർ തന്ന സമയത്ത് നമ്മൾ ആ ഒരു സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയാണ്, യഥാർത്ഥത്തിൽ ഈ ഒരു NPTയെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, എനിക്കല്ല പ്രശ്നം, അവക്കാണ് പ്രശ്നം. കാരണം എൻ്റെ ഭാഗത്ത് എൻ്റെ മക്കളോട് ചോദിച്ചാൽ അറിയാം യഥാർത്ഥത്തിൽ എന്താണ് വീട്ടിൽ നടക്കുന്നത്. എന്നിട്ട് മക്കൾ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഹോസ്റ്റലിൽ പോയി പഠിക്കും. മൂന്ന് കുട്ടികൾ, ചെറിയ കുട്ടിക്ക് 8 വയസ്സായിട്ടായിട്ടുള്ളൂ. അവനെ ഇത് ഹോസ്റ്റലിൽ, ചെറിയൊരു ഹോസ്റ്റലിൽ കൊണ്ടുപോയി എൻ്റെ മക്കൾ ദിവസം അച്ഛനെ വിളിക്കുകയാണ്, ഞങ്ങൾ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടും പിന്നീട് നമ്മൾ അടുത്തൊരു, പിന്നെ ആ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് അടുത്തത് എങ്ങനെ മാറ്റിയെടുക്കാം, ഭർത്താവിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഭർത്താവുമായിട്ട് സംസാരിച്ച് നിങ്ങളെ കൂടെ തന്നെ സപ്പോർട്ടീവ് ആണ് ആള്, ആൾക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളൊരു വേ കൂടെ വന്ന സമയത്ത് അടുത്ത ഒരു ഇവര് പറയുന്നത് എനിക്ക് അയാളെ കൂടെ ഇനി ജീവിക്കാൻ പറ്റില്ല, അയാളെ എനിക്ക് വേണ്ട. അപ്പൊ അങ്ങനെ ഉറപ്പാണ് ഭർത്താവിനോട് നമുക്ക് ചോദിച്ചാൽ അയാൾക്ക് ഡൈവോഴ്സ് തയ്യാറാണെങ്കിൽ അയാളും പോയിക്കാം, നിങ്ങളെ കൂടെ ജീവിക്കാൻ താല്പര്യം. പക്ഷെ അതിൽ അവർ പറയുന്നു, ഭർത്താവ് പറഞ്ഞു എന്താണ്, എനിക്കൊരിക്കലും അവളെ വിട്ടു പോകാൻ പറ്റില്ല, അവരെ ഒഴിവാക്കണ്ട. കാരണം കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവളെ വിട്ടുപോയ ഞാൻ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു മോശമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം അവളെ എങ്ങനെ ട്രീറ്റ് ചെയ്ത് എൻ്റെ പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്, ഇതൊരു വലിയ അസുഖമാണ്, ഒരു മെന്റൽ ഇൽനെസ് ആണ്, എനിക്ക് തന്നെ അറിയാം. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മറ്റൊരു മിറാക്കിൾ സംഭവിച്ചത് എന്താണെന്നറിയാം, തൻ്റെയും കുട്ടികളെയും എങ്ങനെങ്കിലും ആളൊന്ന് ഒഴിവാക്കിയിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്ക് പോയി ജീവിക്കാം, തനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഈ ഒരു പെണ്ണ്, ഈ ഒരു ടീച്ചർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരു 3-4 വർഷങ്ങൾക്ക് മുതൽ ഈ ഒരു ഇതിന്റെ ട്രയൽ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാള് പല ടെക്നിക്ക് ഉപയോഗിച്ച് അവരെ ഈ ഒരു അഗ്രഷൻ കുറയ്ക്കാനും ആ സ്വഭാവമൊക്കെ അതിൽ കുറെ ഒരു 50% എഫക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ധാരണ വന്നതിന് ശേഷം ഈ ഒരു പെൺകുട്ടിക്ക്, ആ ഒരു ടീച്ചർക്ക് തോന്നിയിട്ട് എന്താണ്, ഞാനാണ് പൂർണ്ണമായിട്ടും തെറ്റുകാരൻ, എൻ്റെ ഒരു സ്വഭാവം മറ്റുള്ള ആൾക്കൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിൽ NPT ക്ലയന്റ് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് വന്നത്. അത് 5 വർഷങ്ങൾക്ക് ശേഷമാണെന്നായിരുന്നു. അപ്പോൾ ഇവിടെ അതിന് ശേഷം എന്താണ് അവർ സംഭവിച്ചിട്ടുള്ള, അവിടെ ഒരു പേപ്പറിൽ എഴുതി വെച്ചു, ഇന്ന ദിവസം എൻ്റെ ഡൈവോഴ്സ് നടത്തണം, എന്നിട്ട് ഭർത്താവിനെയും കുട്ടികളെ ഈ വീട്ടിൽ നിർത്തണം, എന്നിട്ട് ഞാൻ എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവണം, എൻ്റെ നാട്ടിൽ നിന്ന് ഡ്യൂട്ടി, എൻ്റെ ജോലി റിസൈൻ ചെയ്യണം, എന്നിട്ട് എൻ്റെ സ്വന്തമായിട്ട് വീട്ടിൽ പോയി ഒരു വീട് എടുക്കണം, എനിക്ക് അവിടെ എൻ്റെ ആയിട്ട് ലോകത്തേക്ക് പോകണം. ഇതൊരു ഡയറിയിൽ അവരെ ഒരു കുറിപ്പായി. അങ്ങനെ അപ്പൊ ഇതിന് വെച്ചപ്പോ ഇതിന്റെ സമയത്ത് ഈ ഒരു സിംറ്റംസുകൾ വന്ന് കൂടെ ആ ഒരു സൂയിസൈഡ് തോട്ട് കൂടി അവർക്ക് വരാൻ, മരിക്കണം ചില കാര്യം, എനിക്കിപ്പോ മരിക്കാൻ തോന്നുകയെന്ന് വെച്ചാൽ എനിക്കൊരു സൂചന തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരനോട് ഏതെങ്കിലും പുസ്തകത്തിൽ എവിടെ നോട്ടോ എന്തെങ്കിലും കാര്യം ഡയറി എഴുതുന്ന ആളാണോ,
അങ്ങനെ ഇയാൾ പുള്ളിക്കാരൻ അവർ ഡയറി ചെയ്ത നാളാണെന്ന് പറഞ്ഞപ്പോൾ സമയത്ത് ഈ ഈ നോട്ടാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ നമ്മുടെ അവിടെ നടക്കുന്നത് എന്താണ്, ഇവരെ ഫാമിലി സൈക്കോ എഡ്യൂക്കേഷൻ ആണ് എല്ലാ സെഷനും നടക്കുന്നത്. ഒരു 6 സെഷനോളം സൈക്കോ എഡ്യൂക്കേഷൻ ആണ് ഈ ഒരു ടീച്ചർക്ക് കൊടുക്കുന്നത്. NPD എന്താണ്, അതിൽ പൂർണ്ണമായി പെട്ടുപോകാനുള്ള ഒരു അവസ്ഥ എന്താണ്, അതിന്റെ ചുറ്റുപാട് അനുഭവിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് എന്നുള്ള പ്രശ്നം പൂർണ്ണമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പതിയെ പതിയെ ഇപ്പൊ ആള് ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 10% മാർക്കും. പക്ഷെ പഴയതുപോലെ സാധനങ്ങൾ എടുത്തെറിയുക അല്ലെങ്കിൽ ഭർത്താവിനെ ഉപദ്രവിക്കാൻ ആ കത്തിയെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. സ്വന്തം മക്കളെ വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെ അവരെ കൂടെയാണ് താമസിക്കുന്നത്. മാക്സിമം എന്താണ് വീട്ടിൽ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് കുട്ടികളെ ഭാഗത്തുനിന്ന് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതായ രീതിയിൽ മാക്സിമം അവരുടെ കൂടെ സന്തോഷം ഉണ്ടാക്കുന്ന ആ പ്ലഷറബിൾ മൊമെന്റുകൾ അവർക്ക് കൊടുക്കുക. അവർക്കൊരു വലിയൊരു പ്രശ്നക്കാരനാണ് ഈ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് അവർക്ക് തന്നെ വിചാരിച്ചാൽ മാത്രമേ കുറയൂ. അല്ലാതെ പിന്നെ ചുറ്റുപാട് നമ്മൾ കൊടുക്കുന്ന ആ സപ്പോർട്ട് കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ആള് ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ലേഡീസിനും ഒരു 50% ലേഡീസ്, പക്ഷെ നമ്മൾ അറിയപ്പെടുന്ന എൻവിറോൺമെന്റ് അറിയപ്പെടുന്ന പുരുഷന്മാർക്കാണ് കൂടുതൽ കേസുകൾ നമ്മളെടുത്ത് വരുന്നത്. ലേഡീസിനൊന്നും ആരും എവിടെയും പറയാറില്ല എന്നുള്ളതാണ്. ഓക്കെ സർ, താങ്ക് യു. സാറേ, ആ എനിക്ക് എനിക്ക് അറിയുന്ന ഒരു കേസില് ഒരു മകൻ നാർക്കാണ്. അവരുടെ അച്ഛനും നാർക്ക് തന്നെയാണ്. അപ്പോഴ് അമ്മ എന്ത് പറഞ്ഞാലും, അമ്മയോട് എന്ത് പറഞ്ഞാലും അവര് അത് ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുത്തില്ലെങ്കിൽ വീട്ടിലെ എല്ലാ സാധനങ്ങളും, ഇപ്പോൾ ജനലിന്റെ ഗ്ലാസ് ആയിരിക്കും അടിച്ചു പൊട്ടിക്കുന്നത്, അല്ലെങ്കിൽ സ്വിച്ച് അടിച്ചു പൊട്ടിക്കും. അങ്ങനെയൊക്കെയാണ്. ഇനി അഥവാ അമ്മ ഒരു പനിയൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിലും വലിച്ചു കൊണ്ടുപോയിട്ട് അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ആ ലെവലില് അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അവര് ഇതിന് ആ കുട്ടിക്ക് ഹോമിയോ ട്രീറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ അതിന്റെ ഒരു ഇത് കുറഞ്ഞിട്ട് അവർക്ക് കണ്ടു. എന്നാലും ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും പറഞ്ഞൊരു ബഹളം അവന് ഉണ്ടാക്കും. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും ചെയ്യും. പിന്നെ അവര് ആ മരുന്ന് അവൻ കഴിക്കാത്തതുകൊണ്ട് പിന്നെ അവൻ മരുന്ന് കഴിക്കാണ്ടായപ്പോ എല്ലാ ദിവസവും ബഹളത്തിലേക്ക് അങ്ങനെ പോയി. അപ്പം എന്തുകൊണ്ടാണ്, ഫാമിലി ആരൊക്കെ ഉണ്ടോ കുട്ടി അങ്ങനെ വരാനുള്ള ഒരു ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ? അച്ഛൻ NPD ആണ്. ആ അച്ഛൻ NPD ആണ്. അവർക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ട്. ആ അപ്പോ നല്ല അടി, അമ്മയ്ക്കാണ് അടിയൊക്കെ കിട്ടുന്നത്. അമ്മയ്ക്കിത് അറിയാം, ഇതിനാർക്കാണെന്നൊക്കെ മനസ്സിലായി. അവര് വേറെ വീടൊക്കെ ആയി താമസം മാറണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. കാരണം അവർക്ക് ഫിസിക്കൽ അബ്യൂസും ഉണ്ട്, പിന്നെ വളരെ മോശമായിട്ട് ദേഷ്യം വന്നാൽ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അങ്ങനെ പോകുമ്പോഴേ ഈ അച്ഛനും മകനും ഇതിനാർക്കാണല്ലോ, അവർ രണ്ടുപേരും ഇട്ട് മകളുണ്ട്. മകൾക്ക് അടി കിട്ടുന്നതുകൊണ്ട് മകള് പറയുന്നുണ്ട്, പിന്നെ എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്ന് പറഞ്ഞാൽ അവര് വേറെ താമസം മാറാനൊക്കെ നോക്കുമ്പോൾ ഇവൻ ഭയങ്കര ആക്രമണം പോലെയാണ്. അപ്പൊ ഇവർക്ക് അവനൊരു വഴങ്ങി കൊടുക്കുന്ന വിധത്തിലാവുമ്പോഴാണ് കുറച്ചൊന്ന് അവർക്കൊരു അവിടെ പറ്റുന്നത്. അവർക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം രണ്ടുപേരും ഇതേ ബിഹേവിയർ ഉള്ളവരിട്ട് അമ്മയും മകളും പോയി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പറയുമല്ലോ എന്നുള്ളൊരു ഭയമുണ്ട്. അപ്പൊ ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ കൊടുക്കുക? ഇതില് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു തെറാപ്യൂട്ടിക്, അയാളെ പിന്നെ ഈ ഒരു ഏജ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു തെറാപ്പി തന്നെ വേണ്ടി വരും. കാരണം നമുക്ക് പുറത്ത് മറ്റുള്ള ആള് ഒരു ഇതിന് കുടുംബത്തിൽ നിന്ന് പുറത്തൊരാൾ ഇയാളെ കൊണ്ട് വിശദമായിട്ട് സംസാരിക്കുകയോ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു പാരന്റിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് ഈ ഒരു കേസിൽ ഉള്ളത് കൊണ്ട് അച്ഛൻ ഇങ്ങനെയുള്ള സംഭവിച്ച അതേ ഒരു കുട്ടി പറയാണ്, അതേ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഞാനും അതേപോലെയാണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ്. കാരണം അച്ഛൻ ഇതേപോലെയാണ് പെരുമാറിയിട്ടത്, അപ്പൊ ഞാനൊരു ആൺകുട്ടിയാണ്, ഞാനും ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. ഇപ്പൊ പറഞ്ഞാൽ ഒരു 13 വയസ്സുള്ള ഒരു ആൺകുട്ടി എന്നോട് പറയണേ, അച്ഛന് വീട്ടിലെ രാജാവാണ്, അമ്മയെ എപ്പോഴും ഉപദ്രവിക്കുന്നത്, എന്തുകൊണ്ട് പിന്നെ എനിക്ക് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൂടാ? ഒരു 13 വയസ്സുള്ള ഒരു ചെക്കൻ വന്ന് പറയാണ്. അപ്പൊ ഇവിടെ നിന്നാണ് വരുന്നത് ഇത്. അപ്പോൾ ആ ഒരു പാരന്റിങ് സിസ്റ്റം എന്താണ് നമ്മൾ ഒന്ന് മാറ്റണമെങ്കിൽ ഇയാൾക്ക് കറക്റ്റായിട്ട്, ഇപ്പോൾ കറക്റ്റ് ഓവറായിട്ട് ഏജിലൊന്നും ആയിട്ടില്ലല്ലോ, ഒരു ചെറിയ വയസ്സാണല്ലോ. അപ്പൊ കറക്റ്റായിട്ട് നേരെ ഒരു പുറമത്തെ ഒരു തെറാപ്പിസ്റ്റിനെയോ ഒരു കൗൺസിലറോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഇയാളുമായിട്ട് നല്ല കോണ്ടാക്ട് ഉള്ള ഒരാൾ ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇവരെ കൊണ്ട് തന്നെ പറയണം. വീട്ടിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, ആ സമയം നിനക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ്.
പിന്നെ അവന്റെ ആവശ്യങ്ങൾ എന്താണ്, പണ്ടേ ആവശ്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഒരു അഗ്രസീവ് ആയിട്ട് ബിഹേവിയർ, ചെറിയ ചോദിക്കുമ്പോഴത്തേന് സാധനം കിട്ടിയില്ലെങ്കിൽ അഗ്രസീവ് വയലന്റ് കാണിക്കുന്നത്. അത് തുടക്കത്തിലേ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, കുറച്ച് കൊടുത്തൊരു ഗ്യാപ്പ്, സമയം, ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രശ്നത്തിലേ വയലന്റ് ആവില്ലായിരുന്നു. പിന്നെ കറക്റ്റ് ആയിട്ട് ഒരു നമുക്ക് എന്താണ് ഒരു ക്ലിനിക്കൽ ലെവലിലേക്ക് അസസ്മെന്റ് എടുക്കേണ്ടി വരും അയാളെ ഈ ഒരു പ്രശ്നങ്ങൾ. എനിക്ക് തോന്നുന്നു നല്ലൊരു കൗൺസിലർ എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ചിലപ്പോൾ മെഡിറ്റേഷൻ വേണ്ടി വരും, ആളെ കൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അയാളൊരു അയാള് കുടുംബജീവി. തയ്യാറാവുന്നില്ല, ആ കുട്ടി തയ്യാറാവുന്നില്ല. ഇടക്ക് ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി കുളിച്ചിട്ട് അമ്മേന്റെ അടുത്ത് പോയിട്ട് കുറെ നേരം കിടന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കും. പിന്നെ എണീറ്റ് അങ്ങ് പോവും. പിന്നെ കാലൊക്കെ ഉം, തൊട്ട് തലയിൽ പോവും. പിന്നെ ഉം, ഒരിക്കലും ഇത്രയും മോശമായിട്ട് ബിഹേവ് ചെയ്തതിന് ഇതുവരെ സോറി പറഞ്ഞിട്ടുമില്ല. അത് ഉം, സൂചിപ്പിച്ചപ്പോൾ അമ്മേന്റെ തെറ്റുകൊണ്ടാണ്, അമ്മ എനിക്ക് അന്നേരം ചെയ്തു തരാത്തതുകൊണ്ടാണ്, എന്നെ ട്രിഗർ ചെയ്തുകൊണ്ടാണ്, ഇങ്ങനെയൊക്കെ ഉം, പറയുന്നല്ലോ. പലപ്പോഴും പറയുമ്പോൾ പിന്നെ എന്റെ ബിഹേവിയർ അത്ര പോരാ അല്ലേ എന്ന്. എന്നാൽ അതിന് ഒരു തെറാപ്പിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും സെഷൻ എടുക്കാൻ പറഞ്ഞാൽ അതിനും അവൻ തയ്യാറാവുന്നില്ല. അവൻ തെറാപ്പിക്ക് ഒന്നും പോകാത്തതുകൊണ്ടാണ് ഇങ്ങനെ മരുന്ന് കൊടുത്തത്. അപ്പോ വേറെ ഇനി ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ അങ്ങനെ കാണിച്ചതിന് ശേഷം തെറാപ്പിക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇതിന് അങ്ങനെ മരുന്ന് വേണ്ടി വരുമോ അവര് ചോദിക്കുന്നത്. ഉം. പ്രധാനമായിട്ട് ഇതില് അവന് പിന്നെ അവന് കൗൺസിലിംഗ് കൊണ്ടുപോകുന്നതിന് മുമ്പ് പറയണം, ഇതൊരു വീക്ക്നെസ് അല്ല, വീക്കായിട്ടുള്ള ആളുകൾക്ക് മാത്രമൊന്നല്ല കൗൺസിലിംഗ് പോവാറ്. എല്ലാവരും കൗൺസിലിങ്ങിനൊക്കെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ആളെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പ്രശ്നക്കാർ മാത്രം, അല്ലെങ്കിൽ എന്തോ മാനസികമായിട്ട് അസുഖമുള്ളവർ മാത്രമൊന്നല്ല ഇപ്പം ഇന്നത്തെ കാലത്ത് കൗൺസിലിങ്ങിന് പോകുന്നത്. അവർ ഫ്യൂച്ചറിനെ കുറിച്ച്, കരിയറിനെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെ മുന്നോട്ട് ജീവിതത്തിൽ പോകാൻ സപ്പോർട്ടീവ് സിസ്റ്റം ആയിട്ടാണ് ഒരു കൗൺസിലിനെ കാണുക. അപ്പൊ അവർ ആ രീതിയിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോവുക. പിന്നെ അതേപോലെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ്, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു കൗൺസിലിംഗ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആള് ഒരു ഈഗോ ത്രെട്ട് അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ലേബൽ, എനിക്ക് MPD ട്രൈറ്റ് ആണ്, നിനക്ക് മെഡിസിൻ വേണ്ടി വരും, അതേപോലെ തന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്താണ് നിന്നെ കൊണ്ടുപോകുന്നത്, ആ ലേബലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് സാധാരണ സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അവിടെ ഒരു കോൺഫിഡൻസ് സ്റ്റേബിൾ ഉണ്ടാക്കിയെടുക്കുക ആളെ തന്നെ. അത് ഫാമിലിയിൽ നിന്ന് മാത്രമേ നടക്കൂ. അപ്പോൾ ഇയാൾ ചിലപ്പോൾ ആ കെട്ടിപ്പിടിച്ചെടുക്കുന്ന സമയം, കെട്ടിപ്പിടിച്ചെടുക്കുന്ന സമയത്ത് നല്ല, അയാളെ നല്ല ഇമോഷൻസ് സമയമാണ്, ആ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ കൊടുക്കുക. പെട്ടെന്ന് അങ്ങനെ ചെയ്താൽ പോകണം, ഇങ്ങനെ ചെയ്യണം പോലെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കാം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം, നമ്മുടെ കുടുംബത്തിൽ കുറെ പ്രയാസം, ഒരാളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് നമുക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നുള്ള അർത്ഥത്തിൽ അമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും നോക്കുക. പിന്നെ അമ്മയോടൊക്കെ അവരെ സേഫ്റ്റി നോക്കുക. തൽക്കാലം വീട് മാറി നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ്. അതിനുശേഷം ട്രീറ്റ്മെന്റ് ആയിരിക്കും. കാരണം ഈ ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന സമയത്ത് അയാൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ, അപ്പൊ ആ സമയത്ത് അയാൾക്ക് സ്വയം തിരിച്ചറിവുണ്ടാകണം, ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് അച്ഛനും അല്ലല്ലേ അമ്മയും എന്റെ പെങ്ങളൊക്കെ എന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വേണമെങ്കിൽ ട്രയൽ വേണേൽ നോക്കാം. അത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ ഇവന്റെ ഈ ഒരു ടീമിൽ വരുന്ന ആളുകൾ ഇതേ ട്രൈറ്റ്സ് ഉള്ള ആളുകൾ ഉണ്ടോ എന്ന് നോക്കുകയും വേണം. അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്ക് എന്താണ്, എല്ലാവരും മറ്റു തരത്തിലുള്ള നല്ല നോർമൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർ മൂലം എന്താണ് ഇവനെ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുപ്പിക്കാൻ പറ്റും. പല വേ ഉണ്ട് നമുക്ക് രീതിയിൽ കൂടെ. അതിനകത്ത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ ഇങ്ങനെ കൂടെ ഉം, കിടക്കുമ്പോഴും പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് ആ സമയത്ത് ഒരു കാര്യവും സംസാരിക്കാൻ സമ്മതിക്കൂല. ഇങ്ങനെ വെറുതെ കിടന്ന കുറെ ഒരു നല്ലൊരു ഫീലിംഗ്, അമ്മേന്റെ കൂടെ കിടക്കുന്ന ഒരു ഫീലിംഗ് എടുത്തിട്ട് അങ്ങനെ പോയി. ആ സമയത്ത് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഉം, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അമ്മേന്റെ ഭാഗത്ത് വന്ന തെറ്റാണ്, അച്ഛന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണെന്ന് പറഞ്ഞ് എല്ലാം ഭയങ്കര ഡിഫെൻഡ് ചെയ്ത് എല്ലാം ഇവരുടെ തലയിലേക്ക് ഇട്ട് ഒരു കുറ്റബോധവും ഇല്ലാതെ അങ്ങനെ ഒന്നും അവനോട് പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞത് ഇല്ല ആൾക്ക്. എന്റെ ഫ്രണ്ട് ഇല്ല. എത്ര വയസ്സ് പ്രായം? എത്ര ഏജ് ഉണ്ടാവും സാറ് ചോദിച്ച പോലെ? ഏകദേശം ഒരു 21. ആ, ഓക്കെ, ചെറിയ പ്രായമാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ആൾക്കൊരു ഇമോഷണൽ ഡിസ്റ്റൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവണം. എവിടെയും ആരോടും കരയാൻ പറ്റുന്നില്ല. ചെറുപ്പത്തിലേ അച്ഛൻ്റെ ആ സ്വഭാവം കണ്ട് വളർന്നുകൊണ്ടും അത് അങ്ങനെ പോകുന്നത്. കാരണം ആരുടെ റെസ്ക്യൂ ചെയ്യരുത്, ഓവർ വാലിഡേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ ഇതിൽ പെട്ടുപോയതാണ്. ഇനിയിപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ പറഞ്ഞ മുമ്പുള്ള ഒരു ഓപ്ഷനാണ്. എങ്ങനെയെങ്കിലും അയാൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ക്ലാസ്സുകളിലൊക്കെ പങ്കെടുപ്പിക്കുക. പിന്നെ ഇപ്പോൾ അയാൾ ചിലപ്പോൾ ഈ പറഞ്ഞ നല്ല രീതിയിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ എപ്പോഴും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കില്ലല്ലോ.
അപ്പൊ ആ സമയത്തെങ്കിലും അവർ ചിലപ്പോൾ ഒരു വീട്ടിലൊക്കെ വന്ന ഒരാൾ സംശയിച്ചപ്പോൾ ഒരു കൗൺസിലർ ഒരു സൈക്കാട്രിസ്റ്റ് തന്നെ വേണമില്ല. അപ്പൊ കുടുംബത്തിൽ ആരെങ്കിലും യവനുമായിട്ട് കുറച്ചുകൂടി ടച്ച് ഉള്ള ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെപ്പറ്റി ചെറിയ, കാരണം അയാൾക്കൊരു ചിന്തകളിൽ ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ, എന്തുകൊണ്ടാണ് അയാൾ, എന്താണ് ചിലപ്പോൾ അയാൾക്ക് ഒരുപാട് അൺമെറ്റ് കാര്യങ്ങളുണ്ടാവും, ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും, അതൊന്നും കറക്റ്റ് നടക്കുന്നുണ്ടാവില്ല. അതൊക്കെ ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതൊക്കെ ആകുമ്പോൾ ഈ NPDന്റെ ആ ഒരു പാറ്റേണും കൂടി ആകുമ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അത് സാറ് പറഞ്ഞത് അവരുടെ അച്ഛനുമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത്, അച്ഛനൊന്നും ഇമോഷണൽ കണക്ഷനോ അങ്ങനെയൊന്നും ഇല്ല, വെറും ബഹളം മാത്രമേ ഉള്ളൂ. അത് ആ കുട്ടിക്ക് വിഷമാണെന്ന് ഇടയ്ക്ക് പറയാറുണ്ട്. അതിപ്പോ എന്തായാലും മാറ്റി എടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഒരു ആൻസൈറ്റി, ഒരു ഡിപ്രഷനോ ഉള്ളത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം ഒരു കൗൺസിലിങ്ങിലേക്ക് അങ്ങനെ പറയാൻ പറ്റുമോ സാറേ? കാരണം അല്ലാതെ ഇത് ആ പോവില്ല എന്നാണ്. അങ്ങനെ അയക്കുമ്പോൾ അങ്ങനെ അവനോട് പറയാ, ഈ ഒരു കൗൺസിലിംഗ് പോവാതിരുന്നാൽ കഴിഞ്ഞാൽ നിന്റെ ആങ്സൈറ്റി കൂടും, അങ്ങനെ ആകുമ്പോൾ നിനക്ക് നിന്റെ ലൈഫിൽ ഒരുപാട് ഡാമേജുകൾ വരാൻ സാധ്യതയുണ്ട്, ഡിസിഷൻ നിന്റേതാണ്, നീ തീരുമാനിക്കും പോലെയാണ് നമ്മൾ ചെയ്യുക, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ വില്ലിങ് ആണ്, ചിലപ്പോൾ സാധ്യത ഉണ്ട്, ഒരു 50% അതും സാധ്യതകളുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാട്ടോ, കാരണം ഇന്നത് ചെയ്യാം അന്നത് ചെയ്യാന്നൊക്കെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും ഇടപെടാട്ടോ. അങ്ങനത്തെ ഒരു കേസുകൾ വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് അവയർനെസ്സുകൾ കിട്ടുന്നത്. ആർക്കെങ്കിലും വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ഉണ്ടേ പറയാം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, ഇന്റർവെൻഷൻസ് നടത്തിയിട്ട് ആളുകൾ ഉണ്ടാവും. അപ്പോൾ അത് ആഡ് ഓൺ ചെയ്യുമ്പോൾ ഉപകാരപ്പെടും എല്ലാവർക്കും. പിന്നെ ഇവിടെ അവരുടെ ആ കുട്ടീന്റെ അമ്മ പറഞ്ഞത് എന്താന്ന് വിചാരിച്ചാൽ അവര് വേറെ വീട് മാറിയിട്ട് പോവാന്ന്. കാരണം ഇപ്പോഴന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി പിന്നെ പ്രായമാകുമ്പോഴേക്ക് തീരെ പറ്റൂല. അതുകൊണ്ട് വീട് തന്നെ മാറിപ്പോണം എന്നുള്ള ഒരു രീതിയിലാണ് അവര് തീരുമാനം അങ്ങനെ പോകുന്നത്. അപ്പോഴേ ഇങ്ങനെ ഒരേ ബിഹേവിയറിൽ രണ്ടുപേരും ഇട്ട് പോയി കൂടുതൽ വേറെ എന്തെങ്കിലും ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിലോ ആളുകൾ പറയുമല്ലോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. ഇവര് മറ്റുള്ള ആരെയും അറിയിക്കുന്നില്ല സംഭവം വീട്ടിൽ നടക്കുന്നത്? അവരെ കുടുംബത്തിൽ വേറെ ആർക്കും അറിയില്ലേ? അല്ല, അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ആ കുട്ടീന്റെ ആക്രമണം കൂടുതലാണ്. പിന്നെ അങ്ങനെ അവര് ആളുകൾ അവർ ആക്രമണം പ്രതീക്ഷിക്കണം. 1-2 ദിവസമേ ആ പ്രശ്നങ്ങൾ ഉണ്ടാവും. 3-ാം ദിവസം ആള് കുറയും. കാരണം നിരന്തരമായിട്ട് മറ്റുള്ള ആളുകളെ കൊണ്ട് ഇവരെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിക്കണം, എന്നാലേ അത് കുറെ കുറയും. കാരണം ആ ചോദിക്കുന്ന ദിവസം ചിലപ്പോൾ അടിയും പിടിയും കൂടുതലായിരിക്കും, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ അത് ഈ അതിലൂടെ ആയിരിക്കണം നമ്മുടെ ആ റെസ്പോണ്ടിങ് ഉണ്ടാവേണ്ടത്. സാറേ ഒരു ആ പറയും. ഒരു ബന്ധമില്ല. അതും ആ പുറമേയുള്ള അതെ. അവരുടെ ഒരു അടുത്ത ബന്ധുക്കളായിട്ടൊന്നും ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവില്ലല്ലോ. പിന്നെ ആ ആൾക്ക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ആർക്കും അപ്പുറം ഇപ്പുറം ഒന്നും അങ്ങനെ ഒരു സ്നേഹബന്ധം ഇല്ലാത്തൊരു ഇതാണ് അത്. അങ്ങനെയുള്ള ഫാമിലി ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇവരുടെ അടുത്ത് ആരും അങ്ങനെ വരുന്നുമില്ല, ഇവരെവിടെയും പോകുന്നുമില്ല. ഇത് കാരണമാണ് ഇത്. സാറേ ഒരു കുട്ടിയെ 7ാം ക്ലാസ്സിൽ ആ പഠിക്കുന്ന കുട്ടി ഈ ഭയങ്കരമായിട്ട് കുട്ടികളെ മറ്റ് ഫ്രണ്ട്സിനെ ഉപദ്രവിക്കുന്നു, നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു. അവൻ നല്ല ആരോഗ്യവാനായ ഒരു കുട്ടിയാണ്, ആ പോലീസുകാരനാണ് അച്ഛൻ, ആ അധ്യാപികയാണ് അമ്മ. അപ്പൊ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും കൂടെ ഈ കുട്ടി നിൽക്കുന്നത്. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് 1-2 കുട്ടികളെയൊക്കെ അടിച്ചതുകൊണ്ട് സ്കൂളിൽ നിന്ന് 10-15 ദിവസം വിട്ടു നിൽക്കാൻ പറഞ്ഞു, പരീക്ഷയ്ക്ക് ഇനി വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ അച്ഛൻ പോലീസുകാരനായതുകൊണ്ട് അവര് നമുക്ക് വിദ്യാഭ്യാസം നിഷേധിക്കാനുള്ള ഒരു ഇതില്ലല്ലോ, അവരത് തിരിച്ച് അപ്പൊ മറ്റേ അടി കൊണ്ട കുട്ടി പരാതി ഇങ്ങനെ കൊടുത്തേക്കുവാണ്, ഈ കുട്ടിയെ ക്ലാസ്സിൽ വരുത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ കുട്ടി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? പക്ഷെ ഇവനെ ഉപദ്രവിക്കുന്ന സമയത്തുള്ള അഗ്രസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് അവിടെ നടക്കുന്നുണ്ടോ നമ്മൾ നോക്കണം. അങ്ങനെ എന്തെങ്കിലും കാരണം എപ്പോഴും ഒരു കുട്ടിയുടെ ഒരു ബിഹേവിയർ അങ്ങനെ വരാൻ സാധ്യത എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ആ കുട്ടി മറ്റുള്ള കുട്ടികളും. കാരണം ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുട്ടി ഇവനെന്തോ കളിയാക്കിയോ ഉപദ്രവിക്കുകയോ എന്തെങ്കിലും തിരിച്ച് അത് നമ്മൾ കാണുന്നുണ്ടാവില്ല. ഒരു കുട്ടി പിന്നെ ഒരാളെ ഉപദ്രവിച്ചു എന്ന് പറയുമ്പോൾ അതിനെ പിടിച്ചപ്പോൾ അറിയാതെ കാലിൽ ചവിട്ടി പോകുന്ന നുള്ളി പിച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും, അത് വേദനിച്ച കുട്ടി ഓപ്പോസിക്കും. പക്ഷെങ്കിൽ ഇതേ സംഭവം അവന് ആ കംപ്ലൈന്റ് ചെയ്ത കുട്ടിയോട് തന്നെ ചോദിക്കണം, നിന്നെ അവൻ എത്ര തവണ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത്.
ഒരു തവണ വന്ന് കുട്ടി ടീച്ചറിനോട് കംപ്ലൈന്റ് പറയുമ്പോൾ ടീച്ചർ തന്നെ വിചാരിക്കണം ഇവൻ എപ്പോഴും അങ്ങനെ ഉപദ്രവിക്കുകയാണ്. അതൊക്കെ ഈ ഒരു സ്വഭാവത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ഈ കുട്ടി ഉപദ്രവിക്കുന്നതിന്റെ 1 മിനിറ്റ് മുമ്പോ അല്ലെ 5 മിനിറ്റ് മുമ്പോ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ആ കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അടി കൊണ്ട കുട്ടി നീ എന്താണ് അവനോട് അവനക്ക് അടിക്കാനുള്ള കാരണം, നീ അവനോട് എന്ത് ചെയ്തോ, ഈ ഒരു തെറാപ്യൂട്ടിക് ആയ ഒരു സിസ്റ്റമായിട്ട് നമ്മൾ ആ കുട്ടികളുമായി സംസാരിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടും. കാരണം അതാരും ശ്രദ്ധിക്കും, കുട്ടി ഉപദ്രവിച്ചു, ആ കുട്ടി മോശക്കായിട്ട് ഒരു അഗ്രസീവ് ആയിട്ട് കുട്ടിയാണ്, ഒരു ADHD കുട്ടിയാണ്, നമ്മൾ തന്നെ അതിനെ അങ്ങനെ ലേബൽ കൊടുക്കണം ആ കുട്ടി അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും കുട്ടിക്ക് യഥാർത്ഥത്തിലുള്ള ആ കുട്ടിയുടെ ലൈഫ് എങ്ങനെയാണ്, അതായത് വീട്ടിൽ ഈ അവരെങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നത്. മുമ്പ് ഒരു ഇതേ പറഞ്ഞൊരു കേസ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞത് നീ എന്ത് വേണം മറ്റുള്ള കുട്ടികളെ ചെയ്തോ, ചോദിക്കാനും പറയാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് വാക്കാട് പറഞ്ഞത് കൊണ്ട് ഈ പറഞ്ഞ ഒരു കാരണമില്ലാണ്ട് കുട്ടി വീട്ടിൽ പോയിട്ട് മറ്റേ കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ടാവും. അതൊരു ഇതാണ് എവിടുന്ന സപ്പോർട്ടുള്ളത്, ഞാൻ എന്ത് ചെയ്താലും തെറ്റല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട് എന്ന്. ഇതേപോലെ ഈ കുട്ടിക്കും ഇതേപോലെ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലോ, അതേപോലെ ഇയാളൊരു പോലീസുകാരനാണ്. അപ്പോൾ ഇവന് പിന്നെ ഈ ആദ്യ ചിലപ്പോൾ അച്ഛൻ ഇയാളെ ഒരു പവർ വെച്ചിട്ട് ഇയാൾക്ക് സ്വയം തോന്നാം ഞാൻ എന്ത് ചെയ്ത് ആരെന്ത് ചെയ്യാൻ ചോദ്യം ചെയ്യാനില്ല, അച്ഛൻ പവർഫുള്ളാണ്. അപ്പോൾ അതൊക്കെ കുട്ടിക്ക് തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതും ഈ പ്രശ്നങ്ങളാണ്. പിന്നെ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതാ ഇൻസിഡൻസ് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. കുട്ടീനെ കറക്റ്റ് ആയിട്ട് ആ ഒരു പാരന്റിന് ഈ ഒരു അഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളെ അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഇതൊരു പിന്നെ ബ്രെയിൻ സിസ്റ്റം ആയിട്ട് അവർക്ക് ഉള്ളതാണ്, ഇതിന് ട്രീറ്റ്മെന്റ് വേണം എന്നുള്ളതാണ് ആദ്യം അവരെ പാരന്റിന് കൊടുക്കേണ്ടത്. കാരണം ഇവന് നിരന്തരമായി 1 തവണ 2 തവണ ഒക്കെ ഉപദ്രവിക്കുകയാണ് ഓക്കെ, എന്തെങ്കിലും പറഞ്ഞ റീസൺ. പക്ഷെ നിരന്തരമായിട്ട് മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുകയാണ്, അതൊരു ബിഹേവിയർ ഇഷ്യൂസ് തന്നെയാണ്. ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ADHD ഉള്ള കുട്ടികളെ ഒരുപാട് ഉണ്ടാവും ക്ലാസ്സിൽ. ഒരു 5 മിനിറ്റ് ഒക്കെ വേണമെങ്കിൽ ഇങ്ങനത്തെ കുട്ടികളെ മാറ്റി ജനാലിൻ്റെ അടുത്ത് പുറത്തേക്ക് നോക്കി നിർത്തുക. അതേപോലെ അവന്റെ പുസ്തകങ്ങളിലൊക്കെ തന്നെ കറക്റ്റ് ആയിട്ട് ബാഗിലെടുത്ത് പിന്നെ ക്ലാസ് റൂമിൽ ലീഡർ ആക്കുക. ഇതൊക്കെ ചെറിയ കുട്ടികളാണെന്ന് നോക്കൂ. ഇതൊക്കെ പാരന്റിന്റെ സപ്പോർട്ടോട് കൂടി മാത്രം. അപ്പൊ ഈ ഒരു കുട്ടി ഏത് രീതിയിലാണ് പാരന്റ് സപ്പോർട്ട് ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു അവര് എഡ്യൂക്കേഷൻ നിഷേധിക്കാൻ പറ്റില്ല. നിഷേധിക്കാൻ നമുക്കും പറ്റില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പാരന്റ് കുറച്ച് മനസ്സിലാക്കണം, ടീച്ചേഴ്സും നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത്. കുട്ടി ഇത് ഈ സ്വഭാവം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്, ഇത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെ പഠനത്തിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ആ ഒരു ആങ്സൈറ്റി കാരണമായിരിക്കും ചിലപ്പോൾ ഇത് ഉണ്ടാവുക. പല കാരണങ്ങൾ കൊണ്ടും ആ കുട്ടി അവിടെ കാണിക്കുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നല്ലൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറയും, എന്നിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയും. പിന്നെ അതിനുശേഷം അവർ ഒരുപാട് ഇന്റർവെൻഷൻ നമ്മൾ പറയും. അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അതിനെപ്പറ്റി അറിയില്ല, നമ്മൾ ഇനിയിപ്പോൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ കൗൺസിലറൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മുടെ ലേബൽ എന്നൊരു ടീച്ചറാണ് ആ സ്കൂളിൽ. പക്ഷെ ഈ രീതിയിൽ പോകുന്ന സമയത്ത് നിങ്ങളൊരു ടീച്ചറാണല്ലോ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും ഐഡിയ ഇല്ലല്ലോ, നിങ്ങൾ എന്താ ഇവിടെ അങ്ങനെ എന്തുകൊണ്ടാണ് മകനെ ADHD ആണ് ബിഹേവിയർ ഇഷ്യൂസ് പറയാനൊക്കെ, അവിടെ നമ്മൾ സ്റ്റക്കായി പോകും. അതുകൊണ്ട് കറക്റ്റായിട്ട് എന്താണ് അവരെ ഒരു ചൈൽഡ് സൈക്കോ ആദ്യം പറഞ്ഞു വെക്കുക, എന്നിട്ട് നമ്മൾ അതിൽ ഇടപെടുക എന്നുള്ളതാണ്. ആ കുട്ടിക്ക് നമുക്കറിയാം കുട്ടി എന്താണ് യഥാർത്ഥ പ്രശ്നം എന്നുള്ളത്. പക്ഷെ അത് ആ ഒരു മറ്റൊരാളോട് കൂടി അവർ ക്ലിനിക്കിൽ പോയി ഒരു സെഷൻ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് അതിലേക്ക് ഇടപെടാം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ ആദ്യം പാരന്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ പോലീസോ പട്ടാളോ അങ്ങനത്തെ ഒന്നുമില്ല. കുട്ടിന്റെ യഥാർത്ഥ പ്രശ്നം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ഈ കുട്ടി വളർന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വലിയൊരു പ്രശ്നത്തിൽ വരാൻ സാധ്യതയില്ല, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇങ്ങനെ അഗ്രസീവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ NPDയിലേക്കോ അതേപോലെ ആന്റി സോഷ്യൽ പറഞ്ഞിട്ടുള്ള പല ഇതിലേക്കും വരാൻ സാധ്യതകളുണ്ട്. അത് ഒരുപക്ഷെ ഈ ശരിയാണ്. ഫാദർ ആദ്യം അവൻ ഒരു പ്രൈവറ്റ് പാർട്ടിലാണ്, ഒരു കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിലെ ഇടിച്ച് മുട്ടുകാല് വെച്ച് ഇടിച്ച്. ഇപ്പൊ ആ ഒരു കൊച്ചിന്റെ കഴുത്ത് ഇപ്പൊ കോളറിട്ട് നടക്കും ആ കുട്ടി, കഴുത്ത് ഇടിച്ച്. അതിനു മുമ്പേ ഇവ സെയിം കുട്ടിയെ തന്നെ അല്ലാതെ മുതുകത്ത് ഇടിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉം. അങ്ങനെ അവന് ഭയങ്കര അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല ക്ലാസ്സിൽ. ഇതൊക്കെ അവൻ കാണുന്നുണ്ടാവും ഏതെങ്കിലും തരത്തില്. ഒരു ആ പ്രൈവറ്റ് അതെ. പാർട്ടിലൊക്കെ ഇടിക്കണമെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നത് കാണുന്നുണ്ടാവണം, അല്ലെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ഈ പറഞ്ഞ വീഡിയോസിലോ അതിലൊക്കെ പോലീസുകാർ ഉപദ്രവിക്കുന്നത് അകറ്റൊക്കെ നമുക്ക് കാണുന്നുണ്ടാവണം. അതൊരു ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ജന്മനാ കിട്ടുന്നതല്ല, അത് പഠിച്ചെടുക്കുന്നതാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ നാം കുട്ടികളാണെങ്കിലും നമ്മളെ മുതിർന്നവരാണെങ്കിലും ഒരു ലേണിംഗ് സിസ്റ്റമാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. അതിൽ ഓവർട്ടും ഉണ്ടാകും കോവേർട്ടും ഉണ്ടാകും. കാണാൻ പറ്റുന്ന ബിഹേവിയർ ഉണ്ടാകും, ഉള്ളിൽ കൂടെ ചെയ്യുന്ന ബിഹേവിയർ ഉണ്ടാകും, കാണാൻ പറ്റാത്ത. അപ്പൊ ഈ ഓവേർട്ട് ബിഹേവിയർ വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ അറിയുക. അപ്പൊ നമ്മളത് കണ്ടുപിടിക്കുക, എന്തിൽ നിന്നാണ് ഇത് വന്നത്, കുട്ടീന്റെ ആ ഒരു പിന്നെ ഈ ഒരു അഗ്രഷൻ കാണിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റിമുലസ് എന്താണെന്ന് നമ്മൾ നോക്കുക. എനിക്ക് തോന്നുന്നു ഈ പോലീസുകാരനായ ഫാദറിന് ഇതേ ബിഹേവിയർ പാറ്റേൺ ഉണ്ടോ അത് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതെ അതെ, കാരണം അതാണ് നമ്മൾ കൊടുക്കേണ്ടത്.
ഇത് ശരിക്കും കുട്ടി ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ നിൽക്കുന്നത്. അവർ ഇവനെ പുറത്തോട്ട് പോലും ഇടത്തില്ല, അടച്ചിട്ടാ വളർത്തുന്നത്. പേരൻസ് അങ്ങ് എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും തമ്മിൽ എന്തോ ക്ലാഷ് ഉണ്ട്. പേരൻസ് വേറെ സ്ഥലത്താ. അപ്പൊ ഇവൻ ഇങ്ങ് പുറത്തിറങ്ങി കളിക്കാനും അതിനും ഇതിനും എല്ലാം ഓടണം. അപ്പൊ അവര് വിടാതെ തന്നെ കുട്ടിക്കാലം തൊട്ടേ അടച്ചിട്ടായിരുന്നു വളർത്തുന്നത്. അതിൻ്റെതായ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. അതിനൊക്കെ കാരണമാവാൻ സാധ്യതകളുണ്ട്. സുഭാകർ സാർ പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തില്ല. അല്ല, അത് ഞാൻ ചോദിച്ചത്, ഈ ഉം. ഫാദർ പോലീസുകാരനായതുകൊണ്ട് ഈ പോലീസുകാരിൽ ബഹുഭൂരിപക്ഷം ക്രിമിനൽസ് ആയിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഈ ക്രിമിനൽസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ചിലപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെരുമാറ്റം ഈ കുട്ടി കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടിക്കും ആ സ്വഭാവം വരാനുള്ള പോസിബിലിറ്റി ഉണ്ടല്ലോ. അതുണ്ട്, സാധ്യത കൂടുതലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും തരത്തിൽ കുട്ടി ഇത് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കണം എന്നുള്ളത്. അതെ അതെ. അപ്പൊ ആ ഫാമിലി ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കേണ്ടി വരുമോ? അതെ അതെ. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഓക്കെ സാർ, ഓക്കെ സാർ. താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സാർ. ഓക്കെ. താങ്ക് യു. ഇയാൾ അന്നത്തെ ആളൊന്നുമില്ലേ?